പറഞ്ഞപ്പോ പെട്ടെന്ന് വായിൽ വന്നത് 23 പ്രൊഡക്റ്റിനെ പറ്റി ഒന്നിച്ചങ്ങ് പറഞ്ഞേക്കാം എന്നാണ്. അപ്പൊ അതിനായിട്ട് നേരത്തെ ചെയ്തിരുന്ന ഒരു ക്ലാസ് തന്നെയാണ്. എന്നാലും അത് കേൾക്കാത്തവരായിരിക്കും അധികം പേരും എന്നുള്ളത്. കാരണം കം വൺസ് സ്റ്റേ ഫോർ എവർ എന്നുള്ളത് എല്ലാവരും കീപ്പ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പം വൺസ് കമിൻ ആയവരായിരിക്കും കൂടുതലുള്ളത്. അപ്പോൾ പുതുമയോടെ കേൾക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ കേൾക്കുമ്പോൾ അതിലൊരു പുതുമയുണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ ഒരു പോയിന്റ് എങ്കിലും പുതുതായിട്ട് കിട്ടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് ആ ക്ലാസ്സിന്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരാൾ നടന്ന് 10,000 പേരോട് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞാൽ ഒരാൾക്ക് ഓരോരുത്തർക്കുമുള്ള റീച്ച് എത്രയാണ്? നമ്മുടെ ഹോട്ട് ഗ്രൂപ്പിലെങ്കിലും, ഹോട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന, അതിനപ്പുറം ചോദ്യമില്ല, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട്. അറ്റ്ലീസ്റ്റ് അവരിലേക്കെങ്കിലും എത്തിയാൽ അവരുടെ ഹോട്ട് ഗ്രൂപ്പിലേക്കും എത്തും. വളരെ ഈസി ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. കൊറോണക്കായിൽ ഫാസ്റ്റ് ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞിരിക്കുന്ന 15 crore എന്ന് പറയുന്ന ലെവലിലേക്ക് സ്ത്രീകളിലേക്ക് എത്താൻ പറ്റും. അത്രയും കുടുംബങ്ങളിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ അസോസിയേറ്റ് ബയർ ആക്കിക്കൊണ്ട് നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കാൻ പറ്റും. ഉന്നത ലെവലുകളിലേക്ക്, ഉന്നത ശ്രേണികളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. എനിക്ക് ഏറ്റവും അതിശയവും ഏറ്റവും സന്തോഷവും എന്ന് പറയുന്നത്, എത്ര പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും അത് മുഴുവൻ പഠിപ്പിച്ചു തരാൻ നമുക്ക് കമ്പനിയുടെ നല്ല ഒരു സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ്. പഠിക്കാൻ നിങ്ങൾ റെഡി ആവുക. നമ്മൾ പഠിച്ചാലേ നമുക്ക് മുന്നോട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പൂർണ്ണത വരണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ പറയില്ലേ, തലനാര കീറി വിടർത്തി പറഞ്ഞു കൊടുക്കാൻ അതിന് പറ്റണം. നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്നതെന്ന് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, എന്താണ് മുമ്പിൽ നിൽക്കുന്ന ആളിന്റെ ആവശ്യം അതാദ്യം മനസ്സിലാക്കുക. ആവശ്യത്തിനെ നിറവേറ്റാൻ മറ്റാർക്കും കഴിയില്ല, എനിക്കേ പറ്റൂ എന്നുള്ള ആ ഒരു അദമ്യമായ കോൺഫിഡൻസ് എനിക്ക് സാധിക്കും. ഹോസ്പിറ്റൽ ഉപേക്ഷിച്ചാലും ശരി, നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിലുള്ളവരും ചികിത്സിക്കുന്നവരും ഒക്കെ രോഗിയായിട്ട് മാറുന്നുണ്ട്. പഠിത്തങ്ങൾ ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് രോഗിയായി മാറുന്നത് ഓരോ ശരീരവും? ആരും രോഗിയാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡിഗ്രി എടുക്കുകയോ അതിനനുസരിച്ച് നോയമ്പെടുത്ത് പോവുകയോ ഒന്നുമല്ല. നമ്മളങ്ങ് ആയിത്തീരുകയാണ്. അവസാനം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. വൺസ് എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ഫോർ എവർ ആയി പോകും. RCMൽ വൺസ് കം ആൻഡ് സ്റ്റേ ഫോർ എവർ ആയിത്തീർന്നാൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് പോലും അകത്തേക്ക് വെക്കേണ്ട കാര്യം ഉണ്ടാവത്തില്ല. നമ്മൾ അറിയുന്നവരെയും അവിടേക്ക് വിടാതിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾക്ക് വിശ്വാസം വളരെ കുറവാണ്. നമ്മൾ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വാസം. സ്വർണത്തിന്റെ പരസ്യത്തിൽ അവർ പറയില്ലേ, വിശ്വാസം അതല്ലേ എല്ലാം, അതല്ലേ ജീവിതകാലം മുഴുവനും. നമ്മുടെ ജീവിതത്തിലെടുത്ത് നോക്കിയാലും അത് തന്നെയാണ് പ്രധാന കാരണമായിട്ടുള്ളത്. എൻ്റെ പേര് കനകമ്മ. ഞാൻ 30 വർഷം നഴ്സിംഗ് സർവീസിൽ ഉണ്ടായിരുന്നു. അതിൽ 18 വർഷം ക്യാൻസർ പേഷ്യന്റിന്റെ ഇടയ്ക്ക് കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസിന്റെ നടുക്ക് ജീവിച്ച്, ക്യാൻസർ ഉണ്ടായി കഴിയുമ്പോൾ അതിന് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള തത്രപ്പാടിൽ എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്തെടുത്തവരെ ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്യാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പഠിച്ചും കേട്ടും പറഞ്ഞു കൊടുത്തും അവിടുന്ന് പോന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ക്യാൻസർ ഉണ്ടായി കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ക്യാൻസർ വരാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അത് മനസ്സിലാക്കിയത് ശരിക്കും ഹോസ്പിറ്റൽ ലൈഫിലല്ല, RCM ലൈഫിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴാണ്. RCM ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പുതിയ കൾച്ചർ ഞാൻ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെവിടെ തുടങ്ങണം? സപ്ലിമെന്റ്സിനെ പറ്റി മറ്റൊരാൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അംഗീകരിക്കില്ല. ചിലപ്പോഴല്ല, 100% ഞാൻ അംഗീകരിക്കില്ല. ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയും, ഇത് തെറ്റാണെന്ന് പറയും, അത് ശരിയല്ലെന്ന് പറയും. പക്ഷെ ഞാൻ എങ്ങനെയാണോ അതിനോട് പ്രതികരിക്കുന്നത് അതേപോലെയല്ല, അതിനേക്കാൾ 10 മടങ്ങ് പ്രതികരണമായിരിക്കും നമ്മൾ ഒരാളോട് ചെന്ന് പറയുമ്പോൾ പ്രതികരിക്കുന്നത്. നമ്മൾ അത്ര ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നവരല്ല. നമ്മുടെ അറിവ് വെച്ചിട്ട് നമ്മൾ എതിർക്കാനും അതിനകത്തെ ദോഷവശങ്ങൾ കണ്ടുപിടിക്കാനും തയ്യാറാവും. ഇവിടെ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ലിവ് വിത്തൗട്ട് മെഡിസിൻ, ഈ ഒരു ഫോണില് സ്ക്രോൾ ചെയ്ത് കണ്ട ഒരു വീഡിയോയാണ് ശരിക്കും നിമിത്തമായത് എൻ്റെ 4200 രൂപയുടെ മരുന്നിൽ നിന്ന് 0 മരുന്നിലേക്ക് എത്താൻ എന്നെ സഹായിച്ചത്. ആ വീഡിയോ ഒരു തുടക്കമാണ്. അത് കഴിഞ്ഞ് ഞാൻ അറ്റൻഡ് ചെയ്ത ഒരുപാട് ക്ലാസ്സുകൾ, രാജൻ സാറിന്റെ ക്ലാസ്സുകൾ, സുരേഷ് സാറിന്റെ ക്ലാസ്സുകൾ, മേഴ്സിന്റെ ക്ലാസ്സുകൾ എല്ലാം അതിൽ കൂടായിട്ട്
പഠിക്കാൻ അവസരങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് സിസ്റ്റത്തിലൂടെ കിട്ടുന്നുണ്ട്. നമ്മുടെ ആ ഒരു യുണീക്ക് സിസ്റ്റം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും സിസ്റ്റത്തിന് വെളിയിൽ പോയിട്ട് പഠിച്ചിട്ടാണേലും പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർക്ക് ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ ഈശ്വരനായിട്ട് എന്നെ ഒരു നിമിത്തമായിട്ട് വന്നു, എന്നെ ഒരു ടൂളായിട്ട് നിർത്തി ഞാൻ അതിനങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ലൈഫ് കിട്ടി ശരിക്കും ബോണസാണ്. ആ ബോണസ് കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം, പോകുന്നത് വരെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിന് ഞാൻ എന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് പഠിക്കാൻ ഇഷ്ടമായതുകൊണ്ടും പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമായതുകൊണ്ടുമാണ് ഞാൻ ഇതിലുള്ളത്. അപ്പം അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ എണ്ണ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് എണ്ണ കുടിക്കാത്ത ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം. ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് കഴിക്കണം, ന്യൂട്രിചാർജ് വെജമേക്ക കഴിക്കണം, ഏതെങ്കിലും ഒരു പ്രോട്ടീൻ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രോട്ടീന് വില കൂടുതലാണ്, അത് കഴിക്കൂല. നമ്മൾ ചെയ്യാത്തൊരു സാധനം നമ്മൾ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്തു? അതൊരു വിൽപ്പനയല്ലല്ലോ, നമ്മളത് ഷെയർ ചെയ്യാണ്, നമ്മൾ പ്രൊഡക്റ്റിനെ കൗൺസിൽ ചെയ്യുന്നത്. അപ്പൊ വേറൊരു ചോദ്യമുണ്ട്, സപ്ലിമെന്റ്സ് ആക്ച്വലി എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ആരിൽ സ്റ്റാർട്ട് ചെയ്യണം? ആർക്കെങ്കിലും പറയാമോ? നിങ്ങളൊന്ന് ചാറ്റ് ചെയ്യോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. JRCM സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്, നമ്മൾ ആരിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ആരെങ്കിലും ഒരു ഉത്തരം പറയൂ. ഇത് വേഗമാണ്, നമ്മളിൽ എന്ന് പറയുന്നത് ശരിയല്ല. ഇനി ആൻസർ വേണ്ട, എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഋതുമതിയായ സ്ത്രീയിലാണ് സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പ്രായപൂർത്തിയായ പെൺകുട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കൃത്യമായിട്ട് മാറ്റിയ ശരീരം കൃത്യമായി പരിഗണിച്ച് അവളെ ഫാമിലി ലൈഫിലേക്ക് വിട്ട് നെക്സ്റ്റ് ജനറേഷനെ ക്യാരി ചെയ്യാൻ പര്യാപ്തമാക്കിയ ശരീരം കൊണ്ട് അവളൊരു ഫാമിലി ലൈഫിലേക്ക് കടന്നാൽ ഫ്യൂച്ചറിലും പ്രശ്നമില്ല, പ്രസന്റിലും പ്രശ്നമില്ലാതെ നല്ലൊരു ഭാവി ഉണ്ടാക്കും. നമ്മൾ പറയുന്ന നവഭാരത നിർമ്മാണത്തിൽ നമ്മൾ അറിയാതെ തന്നെ ഭാഗഭാക്കാകാനും പറ്റും. എന്തുകൊണ്ട് സ്ത്രീയിൽ എന്ന് ചോദിച്ചാൽ വ്യക്തമാണ് കാരണം വ്യക്തമാണ്. അടുത്ത ജനറേഷനെ നമുക്ക് കൃത്യമായിട്ട് പരിപാലിക്കാൻ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂ ബോൺസിനെ കിട്ടാൻ, പുതിയ ഓഫ്സ്പ്രിങ്ങിനെ, കൊച്ചു കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടാൻ, ആരോഗ്യമായിട്ടൊരു കുഞ്ഞിനെ കിട്ടാൻ ആരോഗ്യവതിയായ ഒരമ്മ വേണം. നമ്മളിതൊക്കെ സ്ലോഗനായിട്ട് എഴുതിക്കാറുണ്ട്. ആരോഗ്യമുള്ള അമ്മയിലെ ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവൂ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. ഇതൊക്കെ വായിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, ഇതൊക്കെ നമുക്കുള്ളതാ. പക്ഷെ ഇത് പറഞ്ഞു തരാൻ നമുക്കാരും, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന കൊച്ചുകുട്ടികൾ അല്ലെ ന്യൂ ജനറേഷൻ ആൾക്കാരോട് എനിക്ക് അങ്ങേയറ്റ സന്തോഷമാണ്. കാരണം ഇവർക്ക് ഈ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ ഈശ്വരൻ അവസരം കൊടുത്തൂലോ. അവരതിനെ മനസ്സിലാക്കിയില്ലെങ്കിലാണ് സങ്കടം. ഇപ്പൊ നമ്മൾ ഇതിൽ ജീവിക്കുന്ന പേരൻസിന്റെ സങ്കടം എന്താണ്? ഞാൻ പറഞ്ഞിട്ട് എന്റെ മക്കള് കേൾക്കണില്ല. ആദ്യം ഞാൻ കേൾക്കണുണ്ടോന്ന് നോക്കിക്ക്, ചോദിച്ചേ അവനവനോട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോന്ന്. ഈ 23 പ്രൊഡക്റ്റിൽ നമുക്ക് വേണ്ടാത്തതായിട്ട് ചുരുക്കം ചിലതേ ഉള്ളൂ, വേണമെന്നതാണ് കൂടുതൽ. ആക്ച്വലി നോർമൽ ഹെൽത്തി ആയിട്ടിരിക്കുന്ന അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ എടുക്കേണ്ട, നിത്യജീവിതത്തിൽ എടുക്കേണ്ട പ്രൊഡക്റ്റുകളുടെ പേര് പറഞ്ഞ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോകാം. കാവിഗോ പേസ്റ്റ് നമ്മളുടെ ഓൾറൗണ്ടർ പേസ്റ്റ് ഇട്ട് തലേ ദിവസം തേച്ചിട്ട് കിടക്കാറില്ലേ, എഴുന്നേറ്റ് റൈസ് ബ്രാൻ ഓയിൽ 15 മില്ലി കുടിക്കുക, അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചൂടുവെള്ളം കുടിക്കുക. ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പ്രോട്ടീൻ ഷേക്ക് റെഡിയാക്കുക, ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പിൽ. പ്രോട്ടീൻ ഷേക്ക് ഏതുകൊണ്ട് റെഡിയാക്കുമെന്ന് ചോദിച്ചാൽ ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് ഉണ്ട്, ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂട്രിചാർജ് ഓൾപ്രോ ഉണ്ട്, ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റ് ഉണ്ട്, പിന്നെ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റും കൊടുക്കുക. അസുഖത്തിന്റെ പേരിലല്ല, അസുഖം ഇല്ലെങ്കിലും ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് ചില കണ്ടീഷൻസിൽ കൊടുക്കുക. ഷേക്ക് നോർമൽ വെള്ളത്തിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന്റെ കൂടെ ന്യൂട്രിചാർജ് മാൻ അല്ലെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ്, ന്യൂട്രിചാർജ് വെജമേഗ, ന്യൂട്രിചാർജ് S5, ന്യൂട്രിചാർജ് അത്രയും കൊണ്ട് മോർണിംഗിൽ നിർത്താം. ഞാൻ ചിലപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാറുണ്ട്. ഇതൊരു മോർണിംഗ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയി, പ്രോട്ടീനായി, വൈറ്റമിൻസ് ആയി, മിനറൽസ് ആയി, ഫൈബർ ആയി, ഒമേഗ ആയി. ഫൈബർ 2 തരത്തിൽ ചെന്നു, ഓയിലിലൂടെയും ഫൈബർ ചെന്നു, പ്രോട്ടീന്റെ കൂടെ മിക്സ് ഉള്ള ഫൈബറും ചെന്നു, വൈറ്റമിൻസ് മിനറൽസ് ചെന്നു. 1 മണിക്കൂറിന് ശേഷം നന്നായിട്ട് 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. പിന്നീട് വിശപ്പ് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കുക, ഇല്ലെങ്കിൽ
വയറിന് എംപ്റ്റിനെസ് ഫീൽ ചെയ്യും, അത് വിശപ്പാന്ന് വിചാരിച്ചിട്ട് വലിച്ചു വാരി തിന്നാൻ നിൽക്കാതിരിക്കുക. അങ്ങനെ തിന്നാൽ നമുക്ക് വണ്ണം കൂടും, ബുദ്ധിമുട്ടും കൂടും. അതുകൊണ്ട് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക. അതും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതിൽ വേവിച്ച ആഹാരം എത്ര കണ്ട് കുറയ്ക്കാമോ അത്ര കണ്ടും കുറച്ചിട്ട് പച്ചക്കറികള് പച്ചയ്ക്ക് തിന്നാവുന്നവ തിന്നുക, ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ കറികൾ വെച്ച് കഴിക്കുക. അതപ്പോൾ അടുപ്പേ വെച്ചിട്ടേ പറ്റുള്ളൂ. ഇനി ഉച്ചഭക്ഷണത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉച്ചഭക്ഷണത്തിന് ശേഷം നമുക്ക് ന്യൂട്രിചാർജ് S5 കഴിക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം, 2 വൈറൽ ഫീവറുകൾ, വളരെ മാരകമായ വൈറസുകൾ, അതുപോലെ തന്നെ കൊറോണ പോലെയുള്ള സാധനം തിരിച്ചു വന്നിട്ടുണ്ട് ഹോസ്പിറ്റലുകളിൽ. കൊറോണയിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ന്യൂട്രിചാർജ് S5 മിനിമം ഒരെണ്ണം കഴിക്കുക. ആർക്കെങ്കിലും പനി ഉണ്ടെങ്കിൽ 2 നേരം രാവിലെ ഉച്ചയ്ക്കും കഴിക്കുക, ആഹാരത്തിന് ശേഷം കഴിക്കുക. അത് ഉച്ചഭക്ഷണത്തിന് ശേഷമായി. രാത്രിയിലോ ന്യൂട്രിചാർജ് ബയോഏജ് ആഹാരത്തിന് ശേഷം കഴിക്കുക. ഉറപ്പായിട്ടും അരമണിക്കൂറിന് ശേഷം ന്യൂട്രിചാർജ് ബയോഏജ് ശീലമാക്കുക. കിടക്കുന്നതിന് മുമ്പായിട്ട് ന്യൂട്രിചാർജ് DHA 200ഉം ന്യൂട്രിചാർജ് വ്യൂവും കഴിക്കുക. അടിമുടി നമ്മൾ നന്നായിരിക്കാൻ ഇത് നല്ലതാണ്. ഇതിൽ എന്ത് ആഹാരം കഴിക്കാൻ സമയമില്ലല്ലോ, ആഹാരം എന്ത് കഴിക്കുമെന്നൊന്നും ചോദ്യമൊന്നും വേണ്ട, ഇതൊക്കെ ഇതിന്റെ കൂടെ പോകും. ഇത് കൃത്യമായി പോയാൽ ആഹാരത്തിന്റെ അളവ് വളരെ കുറയ്ക്കാൻ പറ്റും. അളവ് എന്തുകൊണ്ട് കൂടുന്നു, എന്തുകൊണ്ട് ആഹാരത്തിനോട് ആനന്ദം കൂടുന്നു എന്ന് ചോദിച്ചാൽ ഈ നേരിയ അളവിൽ കിട്ടുന്ന പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും നിത്യവും കഴിക്കുന്ന ആഹാരത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആഹാരത്തിന്റെ അളവ് കൂടുന്നത്. നമ്മുടെ ശീലങ്ങൾ ഒന്ന് മാറ്റുക. ചെയ്യുന്നത് രണ്ടാമത് ചെയ്യുന്നത് ആദ്യവുമായിട്ടൊന്ന് മാറ്റിമറിച്ച് ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതും ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റുന്നതും മാത്രമാണ് ലൈഫ് ഈസ് സോ സിമ്പിൾ, ബട്ട് നമ്മളാണ് അത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. നമ്മുടെ ശരീരത്തിനെ നമ്മൾ അറിയുന്നത് പോലെ മറ്റൊരാളിന് അറിയാൻ പറ്റില്ല. നമ്മുടെ ശരീരം ഒരു വണ്ടർഫുൾ ഡോക്ടറാണ്. കൺസൾട്ടേഷൻ ഫീസ് ഒന്നും വാങ്ങിക്കാത്ത ഡോക്ടറാണ്. സ്വയം പര്യാപ്തമായ ശരീരമാണ്. കേടുപാടുകൾ സ്വയം ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സൂചിക്കെടുക്കാനുള്ളത് തൂമ്പ പരുവത്തിനാകുന്നത് വരെ വെച്ചോണ്ടിരിക്കല്ലെന്ന് മാത്രം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ് ആണ് എപ്പോഴും. ഇപ്പൊ ചെറിയ ഒരു കാര്യം ഫീൽ ചെയ്യുന്നില്ല, ആ ചെറിയ കാര്യം, ആ ചെറിയ ഫീലിനെ നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ പോകുമ്പോഴും കോംപ്സ് ചെയ്യുമ്പോഴും ഇതെന്റേത് അവിടെ കിടക്കട്ടെ ബാക്കിയെല്ലാം ശരിയാക്കാം എപ്പോഴുമാണ് എങ്ങും ഒതുങ്ങാതെ എക്സ്പെൻസ്. നമ്മൾ ആർക്കാണോ ദുരിതം കൊടുക്കരുതെന്ന് ആഗ്രഹിച്ചത് അവര് നമ്മൾ കാരണം ദുരിതത്തിലാകപ്പെടും. നമ്മൾ മിച്ചം വെച്ചതും അയൽവക്കക്കാർ മിച്ചം വെച്ചതും ഒക്കെ കൂടി സേഫ് ആയിട്ട് ഹോസ്പിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ചെറിയ ഒരു പണം നമ്മളുടെ ഹെൽത്ത് ആവശ്യത്തിന് വേണ്ടി ചെലവാക്കുന്നതിനെയാണ് ഹെൽത്ത് എക്സ്പെൻസ് എന്ന് പറയുന്നത്. മെഡിക്കൽ എക്സ്പെൻസ് ഒരിക്കലും ഹെൽത്ത് എക്സ്പെൻസ് അല്ല. നമ്മുടെ ശരീരത്തിന് വേണ്ടി കഴിച്ചു കൂട്ടുന്ന നമ്മളുടെ ആഹാരം പോലെ തന്നെ ആഹാരത്തെ പൂർണ്ണമാക്കാനുള്ള പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് എങ്കിലും മിനിമം കഴിക്കുക. ബാക്കി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ന്യൂട്രിചാർജ് വ്യൂ, ന്യൂട്രിചാർജ് DHA, ന്യൂട്രിചാർജ് S5, ന്യൂട്രിചാർജ് ബയോയേജും ഒക്കെ വില കൂടുതലാ അല്ലേ? പക്ഷെ ഒട്ടും വിലയില്ലാത്ത സാധനങ്ങളാണ്. അതുപോലത്തെ ഗുണം ഉള്ളതാണ്. ഓക്കെ, ഗർഭിണികൾ സ്ട്രോബെറി കഴിക്കണം, 1 മണിക്കൂറിനുള്ളിൽ കഴിക്കണം. 1 മണിക്കൂറിനുള്ളിൽ കഴിക്കണം, എപ്പോ വേണമെങ്കിലും കഴിക്കാം. 1 മണിക്കൂറിനുള്ളിൽ വെള്ളം കുടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, കൺഫ്യൂഷൻ ആവണ്ട. അപ്പൊ നമുക്ക് ഓരോ പ്രോട്ടീനെ പറ്റിയും നമുക്കൊന്ന് സംസാരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം ശരിക്കും നമുക്ക് എന്താ പറയാ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ചാറ്റിനകത്ത് ഇടണ്ട, നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ സമയമാണ്, ഫ്രീ ടൈം ആണ്, അപ്പൊ നമുക്കത് ചെയ്യാം. ആദ്യത്തെ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കാം. നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റും നമുക്കിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് വുമൺ. ഞാൻ പറഞ്ഞല്ലോ സ്ത്രീയിലാണ് ഇത് ആദ്യമേ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ നമുക്ക് ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ടാബ്ലറ്റ് ആണ് നമുക്ക് ആദ്യം കൊടുക്കേണ്ടത്. ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, അതിന്റെ സയൻസും കാര്യങ്ങളും ഒക്കെ അറിയാം. ഒരു സാധാരണ സ്ത്രീ ഇത് കഴിക്കുമ്പോൾ എപ്പോഴും വയ്യ ക്ഷീണം, ഇന്ന് പകൽ മുഴുവൻ പണിയായിരുന്നു, അതുകൊണ്ട് വൈകുന്നേരം ആയപ്പോൾ ഒച്ചയില്ല, അനക്കവും ഇല്ല, ഒരു എനർജി ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? സിമ്പിൾ ആണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വൈറ്റമിൻസോ മിനറൽസോ പ്രോട്ടീനോ യാതൊന്നും ഇല്ലാത്തത് കൊണ്ട്, കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ചത് കൊണ്ട്, വെള്ളം ആവശ്യത്തിന് കഴിക്കാത്തത് കൊണ്ട്, അതാണ് നമ്മളെ അങ്ങനെ രോഗിയാക്കുന്നത്.
ആക്കി തീർക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ സ്ലൈഡ് അനുസരിച്ച് പോകാം. ന്യൂട്രിചാർജ് പ്രൊഡക്റ്റിനെ ഞാൻ പലതായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, നോർമലായിട്ട് ഒരു വ്യക്തി ഒരു ദിവസം കഴിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ന്യൂട്രിചാർജ് വുമൺ കഴിക്കണം, വെജ് ഒമേഗ കഴിക്കണം, അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ പുരുഷന്മാരുടെ കാര്യത്തിൽ ന്യൂട്രിചാർജ് മാൻ കഴിക്കണം. അപ്പൊ ഇങ്ങനെ കഴിച്ചു പോയാൽ നമ്മുടെ ആരോഗ്യം സേഫ് ആയിട്ടിരിക്കും. പ്രോട്ടീൻ പൗഡർ ആണുങ്ങൾക്ക് ഇന്നത് പെണ്ണുങ്ങൾക്ക് ഇന്നതെന്നൊന്നില്ല കേട്ടോ. രണ്ടു കൂട്ടർക്കും കഴിക്കാം, നാവിന്റെ ടേസ്റ്റ് അനുസരിച്ച്. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പുരുഷന്മാർ കൂടുതലും ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് തന്നെ കഴിക്കണം എന്നാണ്. അപ്പൊ ചിലർക്കൊരു നിർബന്ധം, അപ്പൊ സ്ത്രീകൾ മാത്രം അങ്ങനെ തിളങ്ങണ്ട, ഞങ്ങൾക്കും തിളങ്ങണം. അങ്ങനെ തിളങ്ങേണ്ടവർക്ക് ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് ആവാം. കുറച്ച് സ്കിന്നിന് കൂടുതൽ തിളക്കം കിട്ടും, നല്ല സോഫ്റ്റ്നെസ് കിട്ടും. പ്രൊവൈഡഡ് അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്. നന്നായിട്ട് വെള്ളം കുടിക്കണം, എക്സസൈസ് ചെയ്യണം. പ്രോട്ടീൻ കഴിച്ചിട്ട് അല്പമെങ്കിലും മിനിമം ലെവലിലെങ്കിലും എക്സസൈസ് വ്യായാമം ചെയ്തില്ലെങ്കിൽ ആ പ്രോട്ടീൻ നമ്മുടെ മസിലുകളിലേക്ക് ചെല്ലില്ല, യൂട്ടിലൈസ് ചെയ്യില്ല. ഏതൊരു ആഹാര സാധനം വിഴുങ്ങിയതുപോലെ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മുടെ ശരീരത്തിൽ പ്രകടമായ വ്യത്യാസം കാണണം എന്നാണ്, നമുക്ക് ഫീൽ ചെയ്യണം എന്നാണെങ്കിൽ ഉറപ്പായിട്ടും വെള്ളം നോർമലി കുടിച്ചുകൊണ്ടിരിക്കുന്നതിൽ 2 ഗ്ലാസ് വെള്ളം കൂടുതൽ കുടിക്കാൻ ശ്രമിക്കുക. വ്യായാമം, പ്രത്യേകിച്ച് കൈ മേൽപോട്ടുയർത്തി നമ്മുടെ കാലിന്റെ ടോസ് താഴെ, എന്താ പറയാ, വിരലുകൾ താഴെ ചവിട്ടി നമ്മളെ രാജൻ സാറ് മിക്കവാറും ഓപ്പൺ സെഷനിൽ ചെയ്യിപ്പിക്കാറുള്ള ആ ഒരു എക്സസൈസ് ഞാൻ കാണിക്കാറുണ്ട്. ഇങ്ങനെ എത്തിക്കുത്തി നിന്നോണ്ട് അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബാക്ക് മസിലും നമ്മുടെ തൈ മസിലും അതുപോലെ തന്നെ നമ്മുടെ മുട്ടിന് താഴെയുള്ള മസിലുകളെല്ലാം സ്ട്രെച്ച് ആകും. അപ്പൊ നോർമലായിട്ട് ചെയ്യുന്ന ജോലികളിൽ ചെയ്യാത്ത മൂവ്മെന്റുകൾ ചെയ്യുക, എക്സ്ട്രാ മൂവ്മെന്റുകൾ ചെയ്യുക. അവിടെ എനർജി യൂട്ടിലൈസ് ചെയ്യും. പ്രോട്ടീൻ കറക്റ്റ് ആയിട്ട് നമുക്ക് മസിൽ ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ശേഖരിച്ചു വെക്കും. അങ്ങനെ പല കാര്യങ്ങളും നടക്കും. നമ്മുടെ ബോഡിയെ അസിഡിറ്റി മാറ്റി ആൽക്കലൈൻ ആക്കാൻ പ്രോട്ടീൻ പൗഡറിന് പ്രധാന കഴിവുണ്ട്. പുരുഷന്മാരിൽ കൊക്കോ പ്രോഡക്റ്റ് ഒരു കാര്യം കൂടെ ചെയ്യും, ഫ്ലവനോയിഡ്സ് കൂടുതലുള്ളത് കൊണ്ട് അതിലൊരു കണ്ടന്റ് ആണ് അത് നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്ന കൊളസ്ട്രോൾ അല്ലെ പ്ലേക്കുകൾ, ഫാറ്റിനെ കളയാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ട്രൈഗ്ലിസറൈഡ്സിനെ കുറയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതുവഴി ഹൃദയാരോഗ്യം കാത്തു സൂക്ഷിക്കാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആണത്. അതുകൊണ്ടാണ് കൊക്കോ പ്രോഡക്റ്റ് പറയുന്നത്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് കൊക്കോ പ്രോഡക്റ്റ് ആണ്. ഞാൻ സ്ട്രോബെറി വളരെ കുറച്ചാണ് കഴിക്കാറുള്ളത്. കേസർ പിസ്ത പ്രോഡക്റ്റ് എല്ലാവർക്കും കഴിക്കാം. ഇത് ശരിക്കും നോർമലി ഒരു സ്കൂപ്പ് 1 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ചായ ഗ്ലാസിന്റെ അടുത്ത് അത്രയും വെള്ളം എടുക്കുക. ചെറിയ ചൂട് മതി കേട്ടോ. ഒരുപാട് ചൂടിനകത്ത് ഈ പ്രോട്ടീൻ പൗഡർ ഇട്ട് കുടിക്കാൻ നോക്കുമ്പോൾ നാക്ക് പൊള്ളും. കാരണം പ്രോട്ടീനിൽ ചൂട് പറ്റിപ്പിടിച്ചിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ചൂടായിരിക്കും. അപ്പൊ നാക്ക് പൊള്ളാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു വാം വാട്ടർ, തണുപ്പില്ലാത്ത വെള്ളം, അത് മതി നോർമലി കഴിക്കുമ്പോൾ. നേരെ മറിച്ച് ഒരു ജലദോഷപ്പനിയോ ഒരു തൊണ്ടയ്ക്ക് കരകരപ്പോ കുത്തലോ കുത്തി ചുമക്കലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ ന്യൂട്രിചാർജ് കേസർ പിസ്ത കലക്കി ഊതി കുടിക്കണം. അത് നമ്മുടെ മരുന്നായിട്ട് മാറും. പനി, ചുമ, ജലദോഷം, ശരീരവേദന ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ചൂട് കൂട്ടി കേസർ പിസ്ത പ്രോഡക്റ്റ് അല്പം മഞ്ഞളും കൂടെ ചേർത്ത് ഊതി കുടിക്കണം 2 നേരം. അപ്പൊ അത് മരുന്നായി. നമ്മൾ പാരസെറ്റമോൾ രാവിലെ ഉച്ചയ്ക്കുമായിട്ടും കഴിക്കില്ലേ, അതേപോലെ. അപ്പൊ ഈ പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്ന റുട്ടീനായിട്ടുള്ള ഭക്ഷണമാണിത്. ആഹാരത്തിന് സപ്ലിമെന്റ്, അതിനെ പൂർണ്ണമാക്കാനുള്ള സപ്ലിമെന്റ്. പക്ഷെ അതത് അവസരങ്ങളിൽ നമുക്ക് വയ്യാതാകുന്ന ഘട്ടത്തിൽ നമ്മൾ ഓടി ആശുപത്രിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആശുപത്രി പോകാതെ വീട്ടിൽ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികകളുടെ ന്യൂട്രിചാർജ് മാനിന്റെ ന്യൂട്രിചാർജ് വുമണിന്റെ ഡോസ് കൂട്ടണ്ട, ന്യൂട്രിചാർജ് വെജ് ഒമേഗയുടെ ഡോസ് ഉറപ്പായിട്ടും കൂട്ടണം. ശരീരവേദനയും പനിയും ഉള്ളപ്പോൾ 3 നേരം ഓരോ വെജ് ഒമേഗ കഴിക്കാം. ചൂടുവെള്ളത്തിൽ കഴിക്കരുത്. ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഒരിക്കലും ചൂടാവാൻ അനുവദിക്കരുത്. അത് പച്ചവെള്ളത്തിൽ തന്നെ കഴിക്കണം. സ്ട്രോബെറി പ്രോഡക്റ്റ് പറഞ്ഞു, കൊക്കോ പ്രോഡക്റ്റ് പറഞ്ഞു. നെക്സ്റ്റ്, ആദ്യം സ്ത്രീകളുടെ ആരോഗ്യം പറഞ്ഞു, പുരുഷന്മാരുടെ ആരോഗ്യം പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കിട്ടിയിട്ടുള്ള, ലോകത്തിൽ തന്നെ ഇതിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല. ശരിക്കും ഗ്ലോബലി ഇതാണ് ഏറ്റവും ബെസ്റ്റ്.
ഇതുപോലെ ഒരു കോമ്പിനേഷൻ ഇനി കിട്ടാനുണ്ടാവില്ല. കാരണം ഇതിനകത്ത് ഇനിയും പ്രത്യേകിച്ച് ചേർക്കാനൊന്നുമില്ല. DHA ഉണ്ട്, ബ്രെയിനിന്റെ സഹായത്തിന് വേണ്ടി DHA ഉണ്ട്. വയറ് ശരിയാക്കി വെക്കാൻ പ്രീപ്രോബയോട്ടിക്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ 10 പച്ചമരുന്നുകൾ ഇതിനകത്തുണ്ട്. ആ പച്ചമരുന്നുകളുടെ ബലം ബുദ്ധിവൈഭവത്തിന് കാരണമാകും, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിന് കാരണമാകും. അതുപോലെ തന്നെ വയറ് ദഹനമില്ലായ്മ അത് കുറയ്ക്കും, വിശപ്പ് ഉണ്ടാവും, രുചിയോടെ കഴിക്കാൻ പറ്റും. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അമ്മമാര് തന്നെ പറയും, അവരിതൊന്നും കഴിക്കൂല, ഇതിന്റെ രുചിയൊന്നും പിടിക്കൂല. തിരിച്ചൊരു ചോദ്യം, നിങ്ങൾ ഏറ്റവും ഒടുവിൽ ഇതെന്നാണ് വാങ്ങിച്ചത്, ഇതെന്നാണ് കുട്ടിക്ക് കൊടുത്തത്, ഇതെന്നാണ് നിങ്ങൾ കഴിച്ചത്? അങ്ങനൊന്നുമില്ല, ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ നമ്മുടെ മനസ്സെന്താണ് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ അവിടെ ചെയ്യിപ്പിക്കുന്നത്. ആ കുഞ്ഞ് കഴിക്കില്ല, പിന്നെ നിങ്ങൾ വാങ്ങിച്ചിട്ട് കാര്യമില്ല. ആ കുഞ്ഞും കഴിക്കില്ല, ആ വീട്ടിൽ ആരും കഴിക്കില്ല. പൂർണ്ണമായ സമ്മതത്തോടു കൂടി നമ്മൾ ഒരാളെ സഹായിക്കാൻ വേണ്ടി കൊണ്ടു ചെല്ലുന്ന അല്ലെങ്കിൽ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റാണ്. ആ കുഞ്ഞിന്റെ വളർച്ചാ ഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം അവർ ചെയ്യും. അപ്പോഴും അത് അപൂർണമാണ്. ഒന്ന് പൂർണ്ണമാക്കി ആ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവരാഗ്രഹിക്കും. മാതാപിതാക്കളാണല്ലോ ആദ്യം സ്വപ്നം കാണുന്നത്. കുഞ്ഞുങ്ങളെ നിലത്തോട്ട് കാലുകുത്തുന്നതിന് മുമ്പ് അവരുടെ കരിയർ അവർ പ്ലാൻ ചെയ്യും. ആ പ്ലാൻ ചെയ്യുന്ന കരിയറിലേക്ക് എത്തിക്കാനുള്ള ബുദ്ധിവൈഭവമോ അവരുടെ ശാരീരിക ക്ഷമതയോ കൂടി വരണമെങ്കിൽ ഈ സാധനം അവരുടെ ഉള്ളിൽ ചെന്നേ മതിയാകും. ഇതിനകത്തുള്ളതൊന്നും പുറത്തില്ല, നമുക്ക് ആഹാരത്തിൽ കിട്ടില്ല. 100 അല്ല 200% ഉറപ്പ്. എന്തെല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുത്താലും നമുക്ക് ഇതിൽ 2 സ്കൂപ്പ് അല്ലെങ്കിൽ 1 സ്കൂപ്പ് കൊടുക്കുന്നതിന് തുല്യമായിട്ടല്ല. ഒരു പ്ലേറ്റ് നിറച്ച് നിങ്ങൾ കൊടുത്തോളൂ. കുട്ടികൾ കഴിക്കുന്നതിന് വളരെ കുറച്ചാണ് കഴിക്കുന്നത്. ആ കുറച്ച് കഴിക്കുന്നതിൽ മാക്സിമം കിട്ടണം. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. വളരെ കുറച്ച് കഴിക്കുന്നു, അതിൽ പക്ഷെ എല്ലാം ഉണ്ട്. 3 തരം പ്രോട്ടീൻ ഉണ്ട്, 13 വൈറ്റമിൻസും 13 മിനറൽസും 14 മിനറൽസും ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് അമിനോ ആസിഡ്സ് ഉണ്ട്. കാരണം കുട്ടികൾ വളരുന്ന പ്രായമാണ്. അവരുടെ മസിൽ ബിൽഡിങ്ങിന്, അവരുടെ എന്നാ പറയാ, അവരുടെ ചിന്താധാര മുറിയാതെ അവർക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവസരത്തിനൊത്ത് വിനിയോഗിക്കാൻ തക്ക ബുദ്ധി ന്യൂട്രിചാർജ് കിഡ്സും ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റും കഴിക്കുന്ന കുട്ടികൾക്കുണ്ട്. പല മുതിർന്നവരെക്കാൾ ബുദ്ധിയാണ് കുട്ടികൾക്ക്. അവരുടെ ആ കോർഡിനേഷൻ, അവസരോചിതമായിട്ട് സംസാരിക്കാൻ പറ്റുക. 3 വയസ്സുള്ള ഒരു കുട്ടി ഒരു നോർമൽ പേരൻസിന്റെ, ഒരു സാധാരണ വീട്ടിലെ ഒരു കുട്ടി സംസാരിക്കുന്നതും ന്യൂട്രിചാർജ് DHA 200 പ്രഗ്നൻസിയിലെടുത്ത് പാലൂട്ടുന്ന സമയത്ത് ന്യൂട്രിചാർജ് DHA 200 കഴിച്ച അമ്മയുടെ കുഞ്ഞ് ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് ടോപ്പ് ഫീഡിലെടുത്ത് 2 വയസ്സായപ്പോഴത്തേന് ന്യൂട്രിചാർജ് കിഡ്സ് കലക്കി കുടിച്ച് ആ കുട്ടി 3 വയസ്സാകുമ്പോൾ മറ്റേ കുട്ടിയായിട്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്യരുത്. അന്തിച്ചു പോകും. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച അമ്മയുടെ കുട്ടി, അല്ലെ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കുട്ടിയുടെ ബുദ്ധി വൈഭവവും അതിന്റെ വളർച്ച, അതിന്റെ ആക്ടിവിറ്റി മറ്റേ കുട്ടിക്ക് സമാനമേ അല്ല. ഒരുപാട് വ്യത്യാസം. ഞാൻ ഇഷ്ടംപോലെ കുട്ടികളെ കാണും. എൻ്റെ വീട്ടിലുണ്ടല്ലോ ഒരു കുട്ടി, അവളുടെ പ്രായമുള്ള മറ്റു കുട്ടികൾ വാക്കുകൾ തപ്പുമ്പോൾ ഇവിടെ സെന്റൻസസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ശരിക്കും രാമബാണം പോലെ തീരാത്ത, അവനാഴിയിൽ തീരുന്നതാണ് രാമബാണം എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെയാണ് നമ്മുടെ DHA ബേബീസ് എല്ലാം തന്നെ. എവിടെയൊക്കെ DHA ബേബീസ് ഉണ്ടോ അവരോട് ചോദിച്ചാൽ മതി. നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് കാരണ സഹിതം അവർ പറഞ്ഞു തരും. എത്ര വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കാം? ഞാൻ 3 മാസം മുതൽ കൊടുത്തിട്ടുണ്ട്. അമ്മ മരിച്ച കുട്ടിക്ക് 3 മാസത്തിൽ ലാക്ടോജൻ കൊടുക്കാമെങ്കിൽ ആ കുട്ടിക്ക് ലാക്ടോജന്റെ കൂട്ടത്തിൽ ഇതും കൂടെ കൊടുക്കാം. ലാക്ടോജൻ കൊടുത്താൽ അത് ഇൻടോളറൻസ് ഉണ്ടാക്കും. പക്ഷെ ന്യൂട്രിചാർജ് കിഡ്സ് കൊടുത്താൽ ആ ഒരു ടോളറൻസ് അവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാ. ഞാൻ കൊടുത്ത കുട്ടിക്ക് ഇപ്പം 4.5 വയസ്സാവും. ഏറ്റവും നല്ല കാര്യം ഇമ്മ്യൂണൈസേഷൻ അല്ലാതെ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. വേറൊരു നല്ല കാര്യം ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഈ പ്രോഡക്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് മുതിർന്നവർക്കാണ്. മുതിർന്നവർക്ക് എന്തിനെന്ന് ചോദിച്ചാൽ അവരുടെ ശ്വാസം മുട്ടല്, പഫ് ഉപയോഗിക്കുന്നവര്,
പരിച്ഛേദമായിട്ടും ശ്വസന അലർജിക് ആസ്തമ മാറ്റിയെടുക്കാൻ ഇതിൽ പോലെ നല്ലൊരു പ്രൊഡക്റ്റ് ഇല്ല. ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടത് പഞ്ചതുളസി ഡ്രോപ്സ് കൊടുക്കാം, ന്യൂട്രിചാർജ് S5 കൊടുക്കാം. അതാണ് ന്യൂട്രിചാർജ് കിഡ്സിനെ പറ്റി തൽക്കാലം അത്രയും പറഞ്ഞു നിർത്തുന്നു. പ്രോട്ടീന്റെ എല്ലാം വെറൈറ്റി ഇവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. സ്ട്രോബെറി പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്, HDL കൂട്ടുന്ന ന്യൂട്രിചാർജ് പ്രൊഡക്ട്സ്, പ്രോട്ടീൻ പൗഡർ, ന്യൂട്രിചാർജ് സോയ പ്രോട്ടീൻ ആണ് എല്ലാം ഉള്ളത്, എല്ലാം HDL കൂട്ടുന്നതാണ്. ന്യൂട്രിചാർജ് DHA 200, ന്യൂട്രിചാർജ് വെജ് ഒമേഗ, ഇതും നമുക്ക് HDL കൂട്ടുന്നതാണ്. ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് പ്രത്യേകമായിട്ട് നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നത് പ്രീ ഡയബറ്റിക് പേഷ്യൻസിന്. പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഒരാൾ ഷുഗർ രോഗി ആകുന്നതിന് മുമ്പ്, ഷുഗർ വരാൻ സാധ്യതയുണ്ട്, അവരെ പടിവാതുക്കൽ എത്തി നിൽക്കുന്നവരെ തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റും അതിനോടൊപ്പം ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റും ഉള്ളത്. എന്നാൽ ഒബേസിറ്റി കുറയ്ക്കാൻ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് നല്ലതാണ്. ന്യൂട്രിചാർജ് S&F നമുക്ക് ഇച്ചിരി വില ഉണ്ട്, അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് കൊടുക്കാം. പക്ഷെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അറിഞ്ഞിരിക്കണം. അവർക്ക് ഫാറ്റി ലിവർ ഒക്കെ ഒരുപാടുള്ളതാണെങ്കിൽ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് കൊടുക്കരുത്. ന്യൂട്രിചാർജ് ഓൾപ്രോ യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് എങ്ങനെ വേണേലും കഴിക്കാം. മോരുകറി ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ എടുക്കുകയാണെങ്കിൽ മോരുകറിക്കകത്തൊഴിക്കാം, കഞ്ഞിക്കകത്തൊഴിക്കാം, ചാറുകറിക്കകത്തൊഴിക്കാം. ഇനി റൊട്ടി ചപ്പാത്തി ഉണ്ടാക്കുന്നതിനകത്ത് 200 ഗ്രാം മാവിനകത്ത് 1 സ്കൂപ്പ്, അതാണ് അതിന്റെ കണക്ക്. ദോശമാവിനകത്തും ഒഴിച്ച് ദോശ ഉണ്ടാക്കാം. എങ്ങനെയെങ്കിലും ഏതിന്റെ കൂട്ടത്തിൽ ചേരുന്നോ അതിന്റെ സ്വഭാവം, അതിന്റെ ടേസ്റ്റ് എടുക്കുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് രുചിയില്ല. ഇതെന്ന് ശരിക്കും പബ്ലിക്കിന്റെ ആവശ്യപ്രകാരം എടുത്ത, ഇതിനകത്ത് 3 വെറൈറ്റി വെജിറ്റേറിയൻ പ്രോട്ടീൻ ആണുള്ളത്. പീനട്സ് ഉണ്ട്, സോയ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ പംകിൻ സീഡ് ഉണ്ട്. ഈ പംകിൻ സീഡിന്റെ പ്രത്യേകത അതിനകത്ത് പ്രോട്ടീൻ ഫൈബർ മാത്രമല്ല, സിങ്ക് എന്ന് പറയുന്ന മൂലകം പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ശരീരത്തിൽ, കുട്ടികളുടെ ശരീരത്തിൽ വളരെയധികം വേണ്ടുന്നത്, വളരെ ആക്റ്റീവായിട്ടിരിക്കാൻ, നമ്മളുടെ എന്തൂസിയാസം കുറയ്ക്കാതിരിക്കാൻ നമുക്ക് സഹായിക്കുന്ന ഒരു മൂലകമാണ് സിങ്ക്. ചോദ്യങ്ങൾക്ക് ഉത്തരം അവസാനം പറയാം. അപ്പോൾ പംകിൻ സീഡിൻ്റെതുണ്ട്. അപ്പം ഇതിന് ശരിക്കും പറഞ്ഞാൽ 1 സ്കൂപ്പ് എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ വെറുതെ കലക്കി കുടിക്കാം. ടേസ്റ്റിയാണ്. നോർമലായിട്ട് ഷുഗർ ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അതിനെ നല്ല ടേസ്റ്റി ആക്കാനായിട്ട് അല്പം തേനും കൂടെ ഒഴിക്കാം. ഇനി അതല്ല മാംഗോ ജ്യൂസിനകത്ത് മിക്സ് ചെയ്ത് കുടിക്കണമെങ്കിൽ അങ്ങനെയും കുടിക്കാം. എങ്ങനെയെങ്കിലും പ്രോട്ടീൻ ചെന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ന്യൂട്രിചാർജ് S&Fനെ പറ്റി ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം ന്യൂട്രിചാർജ് S&F വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ന്യൂട്രിചാർജ് പ്രോഡക്റ്റോ ന്യൂട്രിചാർജ് മറ്റു പ്രോട്ടീൻ ഏതെങ്കിലും രാവിലെ കൊടുക്കുമ്പോൾ രാത്രിയിൽ റീപ്ലേസ്മെന്റ് ആണ്, ഡിന്നർ റീപ്ലേസ്മെന്റ് ആണ് ശരിക്കും ന്യൂട്രിചാർജ് S&F എന്ന് പറയുന്നത്. അത് ഫുൾ ഡയറ്റോട് കൂടി, മീൻസ് ഡയറ്റിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഒരുപാട് പരിമിതികൾ കൊടുത്തുകൊണ്ട്, ഒരുപാട് വ്യായാമത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്താൽ മാത്രമേ ന്യൂട്രിചാർജ് S&F കൊടുക്കാവൂ. ജസ്റ്റ് ഒരു ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ന്യൂട്രിചാർജ് S&F കൊടുക്കരുത്. ഞാൻ ഈ 4.5 വർഷത്തിനുള്ളിൽ, 4.5 വർഷമായോ? ഇല്ല, ഏപ്രിൽ 29 വർഷം പൂർത്തിയായി. ഈ 4 വർഷത്തിനുള്ളിൽ ഞാൻ 3 ബോക്സ് ന്യൂട്രിചാർജ് S&F കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് ഒബേസിറ്റി ട്രീറ്റ് ചെയ്തു. ഒബേസിറ്റി ട്രീറ്റ് ചെയ്തത് മുഴുവനും, എൻ്റെതുൾപ്പെടെയുള്ള ഒബേസിറ്റി വണ്ണം കുറച്ചത് ഗ്രാജ്വലി PVMFO കൊണ്ട് തന്നെയാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അത് കൊടുക്കാൻ പറ്റണം. മുമ്പിൽ നിൽക്കുന്ന കസ്റ്റമറിന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെയിൽ ചെയ്യരുത്, അത് തെറ്റാണ്. നമ്മുടെ എത്തിക്സിന് വിപരീതമാണ്. കൊടുക്കണ്ടേ എന്ന് ചോദിച്ചാൽ കൊടുക്കാം, ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം, പക്ഷെ നല്ല ഫോളോ അപ്പ് വെക്കണം. ഇത് ന്യൂട്രിചാർജ് BJയുടെ കാര്യം പറയാം. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് അടുത്ത സ്ലൈഡിൽ, നമ്മുടെ യൂണിവേഴ്സൽ പ്രോഡക്റ്റ് ഇമ്മ്യൂണിറ്റി ഇപ്പോൾ വളരെ അത്യാവശ്യം. മഴ സീസണായി. ന്യൂട്രിചാർജ് S5 സൂപ്പർ 5 ഇത് എടുക്കാത്ത ഒരു വ്യക്തി പോലും RCM ഫാമിലിയിൽ ഉണ്ടാവരുത്. മിനിമം എക്സ്റ്റെൻഡഡ് ഫാമിലീസ്, നമ്മുടെ അയൽവക്കക്കാര്, നമ്മുടെ നാട്ടുകാര്, അവരെയും കഴിപ്പിക്കുക. പ്രത്യേകിച്ച് പബ്ലിക് കോണ്ടാക്റ്റിലുള്ള എല്ലാ
എംപ്ലോയീസും ഇത് കഴിക്കേണ്ടതാണ്. പോലീസുകാർക്ക് പ്രത്യേകിച്ചും കൊടുക്കണം. കാരണം ഒരുപാട് പബ്ലിക് കോണ്ടാക്ട് ഉള്ള ആൾക്കാരാണ് അവർ. പ്രത്യേകിച്ച് അവർക്ക് കൊടുക്കണം. ഞാൻ ആ കൊറോണ സമയത്ത് 2 പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് കൊടുത്തിരുന്നു. ഒരുപാട് പേരെ രക്ഷിക്കാൻ പറ്റി. 41 കൊറോണ പേഷ്യന്റിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതിൽ 21 പേരെ ICUവിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. 20ഓളം പേരെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ വിടാതെ വീട്ടിൽ വെച്ചിട്ട് ചികിത്സിക്കാൻ പറ്റി. നമ്മൾ ചെയ്യുന്നത് ചികിത്സയാണോ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു പ്രൊഡക്റ്റ് കാരണം എനിക്കൊരു ദോഷവും ഉണ്ടായില്ല. ഞാനൊരു കൊറോണ വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഒരുപാട് കൊറോണ പിടിച്ച ആൾക്കാരെ അവർക്ക് സേവനം ചെയ്യാൻ എനിക്ക് പറ്റി. ഇതിനകത്ത് കണ്ടന്റ് പറഞ്ഞാൽ കരിഞ്ജീരകം, കറ്റാർവാഴ, പുതിന, ആര്യവേപ്പ്, തുളസി ഇത്രയുമാണ്. അതാണ് സൂപ്പർ 5 എന്ന് പറഞ്ഞത്. കൊറോണയുടെ എക്സാക്ട്ലി 1 വർഷം മുമ്പാണ് ഇത് ലോഞ്ച് ചെയ്തത്. 2018 ഇതിന്റെ ലോഞ്ചിങ്. കൊറോണ വരുന്നതിന് 1 വർഷം മുമ്പ് ലോഞ്ചിങ്ങിലെ കൺസെപ്റ്റ് ഇതായിരുന്നു: ആന്റി വൈറൽ എഫക്റ്റ് കൊണ്ടുവരിക. ഏതൊരു വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാലും ആ പനി വന്ന ശേഷമുള്ള കാലയളവില് ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്ന് പറയുന്നത് പോലെയാണ്. ഡെങ്കി വന്നപ്പം മുതൽ ഇങ്ങനെയാണ്, കൊറോണ വന്നപ്പം മുതൽ ഇങ്ങനെ, അവിടുന്ന് ഇങ്ങോട്ടാ ഇങ്ങനെ ആയിപ്പോയി, ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇനി അതൊന്നും വേണ്ട. ഒരു വൈറൽ ഫീവർ വന്നു കഴിഞ്ഞിട്ട് ഒരു സമയത്ത് പറയുന്നത് എന്താണ്? ആ പനി അങ്ങ് വന്നു പോയി, വന്നാലും ഒരു സുഖമില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പോസ്റ്റ് വൈറൽ സിൻഡ്രോം എന്ന് പറയുന്നതാണ് അവിടെ സംഭവിക്കുന്നത്. വൈറസ് ഒരു വൈറസിൽ നിന്ന് 2 ആകുന്നു, 4 ആകുന്നു, 8 ആകുന്നു, 16 ആകുന്നു. അങ്ങനെ പെരുകുന്ന സമയത്തിൽ, ആ സെൽ ഡിവിഷൻ സമയത്തിൽ അവിടെ നിന്നുണ്ടാകുന്ന സ്രവം ഒരുതരം പ്രോട്ടീനാണ്. അത് ശരീരത്തിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഫോറിൻ ബോഡിയാണ്, ശരീരത്തിന് വേണ്ട സാധനമാണ്. അതിനെ ശരീരത്തിൽ കളയണമെങ്കിൽ ആൽക്കലൈൻ ആയിരിക്കണം, ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം വേണം. നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം വഴിയെ കൂടെ പോകത്തില്ല. പിന്നെ ഗ്ലൂക്കോസ് കയറ്റണം വരണമെങ്കിൽ. സൂചി വെച്ച് വേണം വെള്ളം കയറ്റാൻ. പനി കഴിഞ്ഞാലോ രുചിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും കഴിക്കൂല. ഇതിനെയൊക്കെ മറന്നിട്ട് ശരീരത്തിനുള്ളിലെ ടോക്സിൻ പുറത്ത് കളയാൻ, വാഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കുടിച്ചേ മതിയാകൂ. എല്ലാ മണിക്കൂറിലും 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. വെള്ളം കുടിച്ച് മൂത്രം ഒഴിച്ച് കളയാം. മൂത്രം ഒഴിക്കാൻ പോകുന്ന മടി കൊണ്ട് വെള്ളം കുടിക്കാതിരിക്കരുത്. കാരണം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാകുന്നത്, കൊറോണ പോലെയുള്ള മാരകമായ വൈറസ് ആണെങ്കിൽ അതിന്റെ പോസ്റ്റ് വൈറൽ സിൻഡ്രോം എന്ന് പറയുന്നത് അതൊരു 5-6 മാസത്തിനുള്ളിൽ വേണം സംഭവിക്കാം, 1 വർഷത്തിലും സംഭവിക്കാം. ഹൃദയത്തിന്റെ കവറിങ്ങില് പെരിക്കാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ഹൃദയത്തിന് ചുറ്റുമുള്ള ആ ഒരു കവറിങ്ങിനകത്ത് വെള്ളം നിറയുക, ശ്വാസകോശത്തിന് ചുറ്റുമുള്ള കവറിങ്ങിൽ വെള്ളം നിറയുക, ശരീരം മുഴുവൻ നീര് വെക്കുക, സന്ധികളിൽ വേദന ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് ആ സിൻഡ്രത്തിൽ വരുന്നതാണ്. ഇതിനെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഒഴിവാക്കാൻ പറ്റും. ആ വൈറൽ ഫീവർ ഉള്ള സമയത്ത് തന്നെ ആ പനിയുണ്ട്, മൂക്കൊലിപ്പുണ്ട്, ജലദോഷമുണ്ട്, തൊണ്ടവേദനയുണ്ട്, ഒരു അസ്വസ്ഥതയുണ്ട്. രാവിലത്തിന്റെ ശേഷം 1 ഗുളിക ന്യൂട്രിചാർജ് S5 കഴിക്കുക. ഉച്ചയ്ക്ക് ആഹാരത്തിന്റെ ശേഷം 1 ഗുളിക കഴിക്കുക. ഇത് ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞ പനിയും പോകും, ജലദോഷം പോകും. അത് കഴിഞ്ഞിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളും ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ കരിഞ്ജീരകം എന്ന് പറയുന്ന ആ ഒരു സാധനത്തില് നമുക്ക് തൈമോക്കിനോൺ എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ട്, ബയോ കെമിക്കൽ ഉണ്ട്. എന്നുവെച്ചാൽ അത് ശരിക്കും അതിനകത്തുള്ളതാണ്, അല്ലാതെ പുറത്തുനിന്ന് സിന്തറ്റിക് ആയിട്ട് ആഡ് ചെയ്യുന്നതല്ല. ആ കരിഞ്ജീരകത്തിന്റെ കഴിവാണ് ഏത് പ്രച്ഛന്ന വേഷത്തില് ഏത് വൈറസ് ഏത് രൂപത്തിൽ വന്നാലും അതിനെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി തൈമോക്കിനോൺ ഉള്ളത് കൊണ്ടാണ് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണമെന്ന് പറയുന്നത്. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പൈസ, നോട്ടുകെട്ടുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ചെയ്യേണ്ടത് ഹാൻഡ് സാനിറ്റൈസ് ചെയ്യണം. ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകാൻ പോവുക, അല്ലെങ്കിൽ സാനിറ്റൈസർ വെച്ചിട്ട് സാനിറ്റൈസ് ചെയ്യുക. അതൊരു നല്ല ഉഗ്രനൊരു കരിയറാണ് ശരിക്കും പറഞ്ഞാൽ നോട്ടുകൾ എന്ന് പറയുന്നത്. ഡിജിറ്റൽ നോട്ടുകളാണ് ഏറ്റവും സേഫ്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതിരിക്കുക, നമസ്തേ പറയുന്ന ശീലം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ഇമ്മ്യൂണിറ്റിയുടെ കൂട്ടത്തിൽ നമുക്ക് ഇനി ഒരുപാട് സാധനങ്ങൾ ചേർക്കാം. ഇമ്മ്യൂണിറ്റിക്ക് ശരിക്കും പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ, ഫൈബർ, ഒമേഗ എന്നുള്ള സാധനം മേത്തുണ്ടെങ്കിൽ, ശരീരത്തുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റിയുടെ ബേസിക് ആയി. ഇനി ഉള്ളതിനെ ബൂസ്റ്റ് ചെയ്യാനും പിന്നെ തിക്തബലങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ശരിക്കും. ഫീഡിങ് മദേഴ്സിന് കഴിക്കാമോ? വേണ്ട. ഫീഡിങ് മദേഴ്സിന് ന്യൂട്രിചാർജ് S5 കൊടുക്കാൻ പാടില്ല. പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല, കഴിക്കാതിരിക്കണം എന്നാണ് അവിടെ ശരിക്കും.
ന്യൂട്രിചാർജ് S5 നിങ്ങൾ സജസ്റ്റ് ചെയ്യുമ്പോൾ ന്യൂലി മാരീഡ് കപ്പിൾ അവരൊരു ഫാമിലി കംപ്ലീഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് കൊടുക്കരുത്. IVF പ്ലാൻ ചെയ്തിരിക്കുന്ന ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് കൊടുക്കരുത്. കൊച്ചു കുഞ്ഞുങ്ങൾക്കും കൊടുക്കണ്ട. ഒരു 10-15 വയസ്സ്, ഒരു 10 വയസ്സിന് മുകളിൽ ശരീരമൊക്കെ നല്ല തടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അവർക്ക് ശരിക്കും ഇത് മുഴുവൻ ക്യാപ്സൂൾ കൊടുക്കാതെ വെള്ളത്തിൽ അലിയിക്കണം ഇതിനെ. ഇതെങ്ങനെ വെള്ളത്തിൽ അലിയെന്ന് ചോദിച്ചാൽ, ഇതിനെ ഒരു ഗ്ലാസ്സിലിടുക, തിളച്ച വെള്ളം അതിന്റെ മുകളിൽ ഒഴിക്കുക, അത് ക്യാപ്സൂൾ പൊട്ടും, സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് അതിന്റെ പകുതി എടുത്തിട്ട് വീണ്ടും ഡൈല്യൂട്ട് ചെയ്ത് ആ കുട്ടിക്ക് കൊടുക്കാം. അങ്ങനെ വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. S5 ഫീഡിംഗ് മദേഴ്സിന് കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് ആണ് അടുത്ത നമ്മൾ കണ്ടത്. ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റിനെ പറ്റി നമ്മൾ കേട്ട് ചെവി തഴമ്പിച്ചു ഇല്ലേ? എത്ര പേര് കഴിക്കുന്നവരുണ്ട്, എത്ര പേര് കഴിപ്പിക്കുന്നവരുണ്ട്. ഇപ്പൊ നമുക്ക് 15 crore മിഷൻ 15 crore എന്ന് പറയുന്ന 15 കോടി സ്ത്രീകളിലേക്ക് ന്യൂട്രിചാർജ് വുമണിനെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെ എത്തിക്കുക. അതിലൂടെ ആ ഫാമിലിയിലേക്ക് നമുക്ക് കടന്നു കയറാൻ പറ്റുക. ആ ഫാമിലിയിലുള്ള മറ്റംഗങ്ങളുടെ ശാരീരിക അവസ്ഥയ്ക്കനുസരിച്ച് അവർക്ക് സപ്ലിമെന്റ്സ് കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ ഉപരി അവരുടെ അടുക്കളയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കാനും പറ്റണം. ന്യൂട്രിചാർജ് വുമൺ കൊടുക്കുന്ന സമയത്ത് അവർക്ക് പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം, എല്ലാം വേണം. പക്ഷേ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം എടുത്ത് ഈ ഒരു മിഷന്റെ ഭാഗമാകാൻ പോകുന്നവര് ശരിക്കും ഈ ഒരു ടാബ്ലറ്റ് മാത്രം കയ്യിൽ കരുതുക, ഇത് മാത്രം കൊടുത്തു പോവുക. കൊടുക്കുമ്പോൾ പറയേണ്ടത്, ഈ ഗുളിക തുടർച്ചയായിട്ട് 3 മാസം കഴിക്കുക. നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ലെവൽ കൂടും, നിങ്ങളുടെ ശരീരത്തിന്റെ എനർജി കൂടും, നിങ്ങളുടെ വയ്യാഴിക ഒന്നൊന്നായിട്ട് മാറും. നിങ്ങളത് തുടർച്ചയായിട്ട് കഴിക്കണം. ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് 6 മാസം കൊണ്ട് തീർത്തിട്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ 30 ദിവസം കൊണ്ട് തന്നെ തീരണം. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ശല്യം സഹിക്കാൻ മേലാതെ അവർ വാങ്ങിച്ചു വെക്കും. 3-ാം ദിവസം അവരെ ഒന്ന് വിളിച്ച് ചോദിക്കണം, ഞാൻ തന്ന ടാബ്ലറ്റ് ഇന്ന് 3-ാം ദിവസം അല്ലേ? അയ്യോ, അത് ഞാൻ മറന്നുപോയി കേട്ടോ, നന്നായി നിങ്ങൾ വിളിച്ച് ഓർപ്പിച്ചു. 3-ാം ദിവസത്തെ വിളി കോളാണ്. ഞാൻ വന്നിരുന്നു, ഗുളിക നിങ്ങൾ വാങ്ങിച്ചിരുന്നു, നിങ്ങൾ കഴിച്ചോ? അടുത്ത കോള് 15-ാം ദിവസം പോകണം. 15-ാം ദിവസം എന്തിനാണ്? ഇപ്പൊ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊണ്ട് നിങ്ങൾ റെഗുലറായി അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. കുശലാന്വേഷണത്തിന് ശേഷം ചോദിക്കാൻ ഫോൺ എടുത്തിട്ട് നിങ്ങൾ ഇത് മാത്രം ചോദിച്ചിട്ട് വെക്കരുത്. ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡിങ് വളരെ, പിന്നെ നമ്മളെ വിട്ടവർ പോകരുത്, വേറൊരാൾ അവിടെ കടന്നുകൂടാൻ അനുവദിക്കരുത്. വിലക്കുറവിന് തരാമെന്ന് പറഞ്ഞാലും നിങ്ങളുടേത് വേണ്ട, എനിക്ക് പിന്നെ ആളിൻ്റെത് മതി എന്ന് പറയത്തക്ക രീതിയിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള കോൾസും കൂടിയാണിത്. ഒരു ഡോക്ടറോ ഒരു ഹോസ്പിറ്റലോ മരുന്ന് കൊടുത്ത് വിട്ട് OP ചെന്ന് കണ്ട പേഷ്യന്റിനെ തിരിച്ച് വിളിക്കുന്നത് വളരെ റെയറാണ്. എന്നാൽ ഞാൻ ഇന്നൊരു കോള് കണ്ടു. ചാലാക്ക മെഡിക്കൽ മിഷനിൽ നിന്നൊരു ഡോക്ടർ ഒരമ്മയെ വിളിക്കുന്നു. തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയിലും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഡോക്ടർ. ആ കുട്ടിയെയും കൊണ്ട് അവിടെ ചെന്നു. അവിടെ ആ കേസ് പറ്റാതെ വന്നു. അവർ വേറെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് സജസ്റ്റ് ചെയ്തു. അവിടുന്ന് വിട്ടപ്പോൾ മുതൽ ആ കുട്ടിയുടെ ഫോളോ അപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ വളരെ റെയറാണ്. അതാണ് റിലേഷൻഷിപ്പ് ബിൽഡിങ്, അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും. അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മൾക്കിത് ജസ്റ്റ് ഒരു ടാബ്ലറ്റ് കൊടുക്കൽ മാത്രമല്ല, അതിന്റെ പിന്നിലെ നമ്മുടെ ഉദ്ദേശം മുഴുവൻ അവർക്ക് അറിയത്തുമില്ല. അവരറിയേ വേണ്ട തൽക്കാലം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് 3 കോളാണ്. ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് ഏത് കൊടുത്താലും 3 കോൾ. 3-ാമത്തെ ദിവസം, 15-ാമത്തെ ദിവസം അവര് റെഗുലറായി എന്ന് ഉറപ്പിക്കാൻ, 29-ാമത്തെ ദിവസം. ഇനിയിപ്പോ 2 ഗുളികയല്ലേ ബാക്കിയുള്ളൂ, ഞാൻ എപ്പോഴാ വരണ്ടേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം 29-ാമത്തെ ദിവസത്തെ കോള്. അല്ലാതെ 1-ാം തീയതി കൊടുത്ത് 30-ാം തീയതി വിളിച്ച് നാളെയല്ലേ ഞാൻ വരട്ടെ, റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തിന് വരണം എന്ന് തിരിച്ചവര് ചോദിക്കും. മറന്നു പോകും അവര്. അപ്പൊ അങ്ങനെ ആവരുത് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ഗുളികയ്ക്കകത്ത്, ഈ ഒരു ഒറ്റ ഗുളികയ്ക്കകത്ത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആവശ്യമുള്ള മിനിമം റിക്വയർമെന്റിന്റെ, അതായത് ഒരു ദിവസത്തേക്ക് ഒരു സ്ത്രീയിൽ ഇത്ര മില്ലിഗ്രാം അയൺ വേണം, 29 മില്ലിഗ്രാം അയൺ വേണം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ. ആർത്തവ ചക്രത്തിൽ ഉള്ള അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഏജിലുള്ള സ്ത്രീകൾ. ഇന്നിപ്പോ ഫെർട്ടിലിറ്റി ഏജ് എന്ന് പറയുന്നത് ശരിക്കും 7 വയസ്സല്ലേ 8 വയസ്സില് പീരിയഡ്സ് ആകുന്നു. അത് മുതൽ 55 വയസ്സ് വരെ ഫെർട്ടിലിറ്റി ഏജ് ആണ്. കാര്യം കൊച്ചുകുട്ടികളാണ്, പക്ഷെ പ്രകൃതി അവരെ സജ്ജമാക്കിയിരിക്കുന്നു അടുത്ത ജനറേഷനെ ക്യാരി ചെയ്യാൻ, അവരുടെ
വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ അവിടെ മുതൽ ആണ് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ അവരുടെ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആഹാരം കുറയ്ക്കാം. ചില ആഹാരങ്ങൾ വളരെ പിക്കി ചൂസി എന്ന് പറയുന്ന രീതികളെ, ഇത് മാത്രമേ കഴിക്കൂ, അത് മാത്രമേ കഴിക്കൂ, ഇതെനിക്ക് വേണ്ട, അങ്ങനെ പറയുമ്പോൾ അവരുടെ ശരീരത്തിൽ നോർമൽ ഫുഡും ചെല്ലുന്നില്ല, കുറവുകളുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് നല്ലതാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ സ്കൂൾ ഗോയിങ് ആണ്, അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അവർക്ക് ബ്രെയിൻ വർക്ക് ഒരുപാടുണ്ട്, അവർക്ക് ഫിസിക്കൽ വർക്ക് ഒരുപാടുണ്ട്. എന്നാൽ കുറച്ച് പാല് കൊടുത്ത് പോഷിപ്പിച്ചേക്കാന്ന് വെക്കരുത്. എല്ലാ കുട്ടികൾക്കും പാല് പറ്റില്ല. കൊച്ചുകുട്ടികൾക്ക് പാല് ദഹിക്കും. ഇനി ഇൻ കേസ് കൊച്ചുകുട്ടികളിൽ പോലും പാല് ദഹിക്കുന്നില്ല എന്ന് കണ്ടാൽ അവർക്ക് എന്തായിരിക്കും ബുദ്ധിമുട്ട്? അവർക്ക് ചെറിയ വയറുവേദന പറയും. അവരെ നിർബന്ധിച്ചു കൊടുക്കരുത്. അവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം അവരിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യേണ്ടത്. ആ കുട്ടിയെ പാല് പ്രൊഡക്റ്റുകളോ തൽക്കാലം കൊടുക്കാൻ നിർബന്ധിക്കേണ്ട. പക്ഷെ മിൽക്ക് കാൽഷ്യം നമുക്ക് ഈ ഗുളികയിൽ അവൈലബിൾ ആണ്. അയണിന്റെ മാത്രം ഞാൻ പറഞ്ഞിട്ട് മുഴുവൻ പറഞ്ഞില്ല, സോറി. 29 മില്ലിഗ്രാം അയണാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വേണ്ടതെങ്കിൽ 21 മില്ലിഗ്രാം അയൺ ഉറപ്പായിട്ടും ഒരു ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്ന സ്ത്രീയിൽ കിട്ടും. അത് 99.9% അബ്സോർബിൾ ആണ്. സാധാരണ ഫാർമസിയിൽ കിട്ടുന്ന ഫെറസ് സൾഫേറ്റ് എന്ന ഫോമിലല്ല, ഇവിടെ ബിസ് ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്ന ഫോമിലാണ്. അതൊന്നും നിങ്ങൾ ഓർക്കണ്ട. ഏറ്റവും നന്നായിട്ട് ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഫോമിലാണ് ഇതിനകത്ത് സംഭവമുള്ളത്. ഇത് തുടർച്ചയായിട്ട് കഴിച്ചാൽ ആദ്യം കറക്റ്റ് ആകുന്നത് ഹീമോഗ്ലോബിൻ ലെവൽ നേരെയാകും. ഇനി ഇത് 3 മാസം കഴിച്ചിട്ട് ഹീമോഗ്ലോബിൻ കൂടുന്നില്ല എന്ന് വെച്ചോ, എന്ത് ചെയ്യും നിങ്ങൾ? അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. ഹീമോഗ്ലോബിൻ എന്ന പദത്തെ ഡിവൈഡ് ചെയ്യുക, രണ്ടായിട്ട് പകുക്കുക. ഹീമെന്നും ഗ്ലോബുലിൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സൈഡാണ്. ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഹീമോഗ്ലോബിൻ കൂടാത്തത്. അവർക്ക് ഏതെങ്കിലും ഒരു പ്രോട്ടീനും കൂടെ സജസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ന്യൂട്രിചാർജ് വുമൺ കൊടുത്താൽ ഹീമോഗ്ലോബിൻ കൂടുന്നത് കാണാം. അതിനോടൊപ്പം തന്നെ അവരുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു വീട്ടിൽ എത്ര ഫ്രൂട്ട്സ് വാങ്ങിക്കും? എത്ര പേര് എത്ര ഫ്രൂട്ട്സ് കഴിക്കും? 13 ഫ്രൂട്ട്സും ഒരു ദിവസം കഴിക്കാൻ പറ്റുമോ? വിവിധ തരം ഫ്രൂട്ടുകൾ, ചെറീസ് ആൻഡ് ബെറീസ് കാണത്തുപോലും ഇല്ല. അവക്കാഡോ നമ്മളാരും വാങ്ങിക്കില്ല, വളരെ വിരളമായിട്ട്. ഞാൻ ആഴ്ചയിൽ 2 ദിവസം വാങ്ങിക്കാൻ പറ്റും. ഇന്ന് RCM ആയതുകൊണ്ട് വിലയൊന്നും നോക്കണ്ട, വാങ്ങിക്കും. ആ ഒരു ലെവലിലേക്ക് നമ്മളെ ആക്കിയെടുക്കണം എല്ലാവരും. അപ്പൊ അവക്കാഡോയുടെ സത്തുണ്ട്. ഒരു 100 ഗ്രാം ഫ്രൂട്ട്സിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്ന് എന്തൊക്കെ ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ടോ അത് മുഴുവനും ഒരു ഗുളികയ്ക്കകത്തുണ്ട്. പല സ്ത്രീകളും പറയാറുണ്ട്, ന്യൂട്രിചാർജ് മാൻ കഴിച്ചാൽ ഒരു സുഖവും ഇല്ല, എനർജി ഒന്നും ഇല്ല. എനിക്കത് അങ്ങനെയാണ്. ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ നല്ല എനർജിയാണ്. എന്തുകൊണ്ടാണ്? മിനിമം റിക്വയർമെന്റ് ഉള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും അഡീഷണൽ ആയിട്ട് 13 തരം ഫ്രൂട്ട്സ് കഴിച്ചതിന്റെ ഗുണം ആ ശരീരത്തിൽ ഉണ്ടാവും. ഗ്രാജുവലി ഹീമോഗ്ലോബിൻ കൂടി കഴിയുമ്പോൾ തലവേദന മാറുന്നു, വയറിന്റെ എരിച്ചിൽ മാറുന്നു, മുടികൊഴിച്ചിൽ മാറുന്നു. പ്രോട്ടീൻ, അമിനോ ആസിഡ്സ് ഇതിനകത്തുണ്ട്. പ്രോട്ടീനും കൂടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് പോലെയുള്ള ഡിസ്ഫങ്ഷൻ, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന പ്രതിഭാസം ഒരുപാട് സ്ത്രീകളിലെന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് സ്ത്രീകളിലും പുരുഷന്മാരിലും ഇപ്പോൾ സമാസമെന്ന് പറയണം. കാരണം വരുന്ന ആൾക്കാരിൽ 10 പേര് കാണാൻ വന്നാൽ അതിൽ 8 പേർക്കുമുണ്ട്, അത് പുരുഷനായാലും സ്ത്രീ ആയാലും, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന പ്രതിഭാസം. ശരീരത്തിലെ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് സർവമാന അസുഖങ്ങൾക്കും കാരണം. ബേസിക് കാരണം അതാണ്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് ശരീരം അസിഡിക് ആയിട്ട് മാറുകയാണ്. അപ്പൊ ഈ ഒരു ഗുളിക ഉള്ളിൽ ചെന്നാൽ ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിൽ വരാൻ തുടങ്ങും. കഴുത്തിൽ മുഴുവൻ കറുത്ത പാട്, ശരിക്കും സ്കിൻ ടാഗ് പോലെ വന്ന് കറുത്ത കുത്തായിട്ടും, അതുപോലെ തന്നെ സ്കിന്ന് നമുക്ക് ഉരുണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കുരുക്കൾ പോലെ സ്കിൻ ഇരിക്കുന്ന കാണാം. അവരുടെ ഉള്ള് എത്രമാത്രം അൺഹെൽതി ആണെന്ന് പറയുന്ന ലാംഗ്വേജ് ആണത്. ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റും പ്രോട്ടീൻ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ പൗഡറും തുടർച്ചയായിട്ട് കഴിച്ചാൽ 5 മാസം കൊണ്ട് ആ കഴുത്തിൽ കുത്ത് പാടുകൾ മാക്സിമം ഡിസപ്പിയർ ആകും. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു 5.5 മാസം എടുത്തു ഓൾ ടുഗദർ എൻ്റെ മരുന്നുകളും കുറഞ്ഞു, എൻ്റെ സിംറ്റംസും കുറയാൻ. അതിലേറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് ആണ്. 16 മണിക്കൂർ ബെഡ് ടൈമിൽ നിന്ന് 0 ബെഡ് ടൈമിലേക്ക് മാറാൻ എനിക്ക് 10 ദിവസമേ എടുത്തുള്ളൂ. ആ 10 ദിവസം കൊണ്ട് ന്യൂട്രിചാർജ് വുമൺ വണ്ടർഫുൾ എഫക്റ്റ് ആണ് എൻ്റെ ശരീരത്തിന് തന്നത്.
ഇനിയിപ്പൊ ഗോദാജി വന്ന് പറയാ ഇത് കൊള്ളില്ല സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അത്ര കണ്ട് എനിക്ക് വിശ്വാസമാണ് ഈ ഒരു പ്രൊഡക്റ്റിന്. വെറും വയറ്റിൽ കഴിക്കാൻ വെച്ചാൽ വെറും വയറെന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ കൂടെ കഴിച്ചോ, പ്രശ്നമൊന്നുമില്ല, ആഹാരം തന്നെ അല്ലേ. എന്തിനാ വെറും വയറ്റിൽ കഴിക്കുന്നത്? എന്തെങ്കിലും ഒരു പഴം കഴിച്ചിട്ട് കഴിക്കും. തീരെ വെറും വയറ്റിൽ കഴിച്ചാൽ ചിലപ്പം അസിഡിറ്റി ഒക്കെ കൂടും, കാരണം ഇതിനകത്തും വൈറ്റമിൻസും മിനറൽസും അല്ലേ. ദഹിച്ച ആഹാരത്തിന്റെ കൂടെയാണ് കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത്. ഇത് ആഹാരം വേണമെന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് വയറ് പൊട്ടുന്ന രീതിയിൽ ഒരുപാട് കഴിക്കണം എന്നല്ല. മിനിമം കാർബോഹൈഡ്രേറ്റ് ഒരു ദിവസം ചെല്ലണം. അത് നിങ്ങൾ ഒന്നിൽ ഉച്ചയ്ക്ക് കഴിക്കുക, അല്ല രാവിലെ കഴിക്കുക, വൈകിട്ട് കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം. പിന്നെ ഇതിനകത്ത് കാൽഷ്യം ഉണ്ട്, മിൽക്ക് കാൽഷ്യമാണ് ഇതിനകത്ത് കിട്ടുന്നത്. പാലിനകത്ത് കാൽഷ്യം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്നെ രോഗിയാക്കിയതിന്റെ പ്രധാന പങ്ക് പാലിലാണ്. പാല് ഭയങ്കര ഇഷ്ടമായിരുന്നു. 1/2 ലിറ്റർ ഒന്നും ഒരു കണക്കല്ല, മിക്കവാറും 1 ലിറ്റർ പാലൊക്കെ കുടിക്കുമായിരുന്നു. പാല് നല്ലതാണല്ലോ, പഞ്ചസാര ഇട്ടൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇന്നാണ് എനിക്ക് പാലുള്ളിൽ ചെന്നാൽ ശരീരത്തിന് എങ്ങനെയാണ് ദോഷമെന്ന് മനസ്സിലാകുന്നത്. ഇന്നാണ് പാലുള്ളിൽ ചെന്നാൽ പാല് പിരിയും. മുതിർന്നവരിൽ പാല് ദഹിക്കില്ല, പാല് പിരിയും, ബോഡി അസിഡിക് ആകും. ആ അസിഡിറ്റിയെ ന്യൂട്രലൈസ് ചെയ്യാൻ എല്ലിനകത്തു നിന്നുള്ള കാൽഷ്യം മൊബിലൈസ് ചെയ്യപ്പെടും. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. ശരിക്കും കുഴഞ്ഞു വീണ് മരിക്കാനായിട്ട് 1 ഗ്ലാസ് പാൽ ചായ കുടിച്ചാൽ മതി. പക്ഷെ നമ്മളാരും വീണില്ലല്ലോ. എന്തുകൊണ്ട്? നമ്മുടെ ഉള്ളിൽ ശരീരം നമുക്ക് ചെയ്തു തരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ ഒരുപാടാണ്. അതിന്റെയൊക്കെ അവസാന വാക്കാണ് എല്ലിന്റെ തേയ്മാനം എന്ന് പറയുന്നത്. എല്ലിന്റെ തേയ്മാനം കൊണ്ട് എന്താ സംഭവിക്കുക? മുട്ടിന് തേയ്മാനം ഉണ്ടാകുന്നു, ശരീരം വണ്ണിക്കുന്നു. വണ്ണം വെച്ചിരിക്കുമല്ലേ, ദൈവം തന്നതാണെന്നാ പറയുക. പക്ഷെ നമ്മൾ കാൽഷ്യം കിട്ടാൻ വേണ്ടിയിട്ട് കഴിച്ച പല ഭക്ഷണവും ഉള്ള കാൽഷ്യം കൂടെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. കാൽഷ്യം മാത്രമല്ല, എല്ലുകളിൽ നിന്ന് മാഗ്നീഷ്യവും ഫോസ്ഫറസും കൂടെ പുറത്തു പോരും. അപ്പൊ ഇങ്ങനെ ഒരുപാട് സയൻസ് നടക്കുന്നുണ്ട് നമ്മുടെ ഉള്ളില്. എത്ര PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്താലും തീരാത്തത്ര അറിവുകൾ നമ്മുടെ ഉള്ളത്തിനെ കുറിച്ച് നമ്മൾ അറിയാനുണ്ട്. അത് നമ്മൾ അറിയണില്ല. നമുക്ക് ബാക്കിയെല്ലാം അറിയാം. പക്ഷെ നമ്മൾ ഈ വെട്ടിപ്പിഴുങ്ങുന്ന സാധനം എന്തായിട്ട് തീരുന്നു, നമ്മൾ ചെയ്യുന്ന നമ്മുടെ നാവിനെ രുചിപ്പിക്കുന്ന സാധനങ്ങൾ എന്തായിട്ട് മാറുന്നു എന്ന് നമ്മൾ അറിയണില്ല. അപ്പൊ നമുക്ക് ശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഏറ്റവും ഉത്തമമായ കോമ്പിനേഷൻ ആണ് ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് സ്ത്രീകളിലും, പുരുഷന്മാർക്ക് ന്യൂട്രിചാർജ് മാൻ ടാബ്ലറ്റ്. വെള്ളം കുടിച്ച് അലിയിച്ചു ചേർക്കണം ശരീരത്തിൽ. 1 ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ ഗുളിക വിഴുങ്ങുക, 1 മണിക്കൂറിന് ശേഷം വീണ്ടും വെള്ളം കുടിക്കുക. ഉത്തമാംഗത്തിന്റെ ഭക്ഷണം ന്യൂട്രിചാർജ് DHA 200. ഇത് ആരാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കാഴ്ച ബംഗ്ലാവിനുള്ളിലുള്ളവരൊഴിച്ച് ജീവിച്ചിരിക്കുന്നവരെല്ലാവരും, ബ്രെയിൻ ഉള്ളവർ എല്ലാവരും കഴിക്കേണ്ട സാധനമാണ് ന്യൂട്രിചാർജ് DHA 200. ന്യൂട്രിചാർജ് DHA 200 എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഫുഡായ ഡോസ ഹെക്സനോയിക് ആസിഡ് എന്ന് പറയുന്ന ഫാറ്റാണ്, നല്ല ഫാറ്റ്. ഇതാണ് ആക്ച്വലി ആദ്യത്തെ പ്രൊഡക്റ്റ്, ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട ആദ്യത്തെ പ്രൊഡക്റ്റ്. ഇപ്പൊ ശരിക്കും 17-18 വയസ്സുള്ള പെൺകുട്ടികളിൽ ഇത് സ്റ്റാർട്ട് ചെയ്താലുള്ള ഗുണം, അവർ പഠിക്കുകയാണ്, അവരുടെ മെമ്മറി കൂടും, ക്രിയേറ്റിവിറ്റി കൂടും, അവരുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കൂൾ ഡൗൺ ആകും. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ലിവറിൽ ശേഖരിച്ചു വെക്കും. ഫാമിലി ലൈഫിലേക്ക് കടന്ന് ആ ബോഡി കൺസീവ് ചെയ്യുമ്പോൾ, ബോഡിയിൽ ഗർഭമുണ്ടായി കഴിയുമ്പോൾ ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത് ബ്രെയിനും നെർവസ് സിസ്റ്റവും കുഞ്ഞിൻ്റെത് ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്യുവറസ്റ്റ് ഫോമിലുള്ള DHA കുഞ്ഞിന് കിട്ടും. ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ജീനിയസ് ആയിട്ടുള്ള ഒരു കുഞ്ഞുണ്ടാവാൻ അത് സഹായിക്കും. അതാണ് DHAയുടെ ഫംഗ്ഷൻ. ഇനി ഇത് കൂടാതെ അൽസൈമേഴ്സ്, പാർക്കിൻസോണിസം, ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട്, തുടക്കക്കാരിൽ അത് പ്രത്യേകിച്ച് ഇല്ലാണ്ടാക്കാനായിട്ട് ഇതിന് കപ്പാസിറ്റി ഉണ്ട്. തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്നവര് ന്യൂട്രിചാർജ് DHA 200 കഴിക്കണം. ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നവര് ന്യൂട്രിചാർജ് DHA 200 കഴിക്കണം. ഇനി ഒരു മരുന്നും കഴിക്കാത്തവര് ന്യൂട്രിചാർജ് DHA 200 കഴിക്കണം. 10-12 വയസ്സായ കുട്ടികൾക്ക് നമ്മൾ ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് കൊടുക്കുന്നതിന് പകരം ന്യൂട്രിചാർജ് DHA 200 1/3 ദിവസങ്ങളിൽ അവർക്ക് കൊടുക്കാം. 15 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഓരോ ഗുളിക കൊടുക്കാം. ഈ ഗുളിക അവർ കഴിക്കുന്നതുകൊണ്ട് എന്താ ഗുണം? പഠന കാര്യങ്ങളിൽ അവർ കൂടുതൽ ആക്റ്റീവായിരിക്കും, ഓർമ്മ നിലനിൽക്കും, അവരുടെ ഉള്ളിൽ ഉറങ്ങിപ്പോയ നല്ല കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അതും ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്.
എഴുത്തുകാർക്ക് മീൻസ് ചെറുപ്പകാലങ്ങളിൽ എഴുതിയിരുന്നു, പിന്നീട് അങ്ങോട്ട് എഴുത്തൊക്കെ മാറ്റിവെച്ചു, അല്ലെ വരയ്ക്കുന്ന കഴിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫോർ ഫാദേഴ്സിൽ നമ്മുടെ 2 തലമുറകൾക്കപ്പുറമുള്ള പേരൻസിന്റെ ഗുണം നാമത്തെ ജനറേഷനിൽ അത് ഡീകോഡ് ചെയ്യപ്പെടും. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ നമുക്ക് ശരിക്കും പരിശീലിപ്പിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. DHA ആണ് അവിടെ ആക്ടിവേറ്റ് ചെയ്യേണ്ട. DHA ആണ് അതിനുള്ള സഹായം ചെയ്തത്. 12ഓളം ഗുണങ്ങളാണ് ശരിക്കും പ്രൂവ് ചെയ്തപ്പെട്ടിട്ടുള്ളത്. ഒരു പ്രഗ്നന്റ് ലേഡി പ്രഗ്നൻസിയുടെ ആദ്യ മാസം മുതൽ, ആദ്യ ദിവസം മുതൽ ഇത് കഴിക്കുന്നുണ്ടെന്ന് വെക്കാം. ആ പ്രഗ്നൻസി 288ഓളം ദിവസങ്ങളാണ്. ഒരു 9 മാസം 9 ദിവസം 9 നാഴിക വിനാഴിക, അതാണ് കണക്ക്. അപ്പൊ ആ സമയം വരെ ആ പ്രഗ്നൻസി എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കറക്റ്റ് ടേം ഡെലിവറി, മാസം തികഞ്ഞ് പ്രസവിക്കാൻ, കുഞ്ഞിന് കറക്റ്റായ വെയിറ്റ് കിട്ടാൻ, ഇടയ്ക്കൊന്നും പേടിപ്പിക്കുന്ന തരത്തിൽ ബ്ലീഡിങ് ഉണ്ടാവുകയോ, അതുപോലെ തന്നെ ഇടയ്ക്കൊന്നും പ്രീ ടേം ലേബർ എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ടുള്ള പെയിനുകൾ, തെറ്റായ ഒരു എന്താ പറയാ പ്രസവ വേദന പോലെ ഇടയ്ക്ക് വരിക, അങ്ങനെയൊന്നും വരില്ല. എൻജോയ് ചെയ്ത് ലാസ്റ്റ് മൊമെന്റ് വരെ ആ പ്രഗ്നൻസി കൊണ്ടുപോകാൻ ആ സ്ത്രീക്ക് സാധിക്കാൻ ഇത് കാരണമാകും. ന്യൂട്രിചാർജ് DHA 200. അനുഭവസ്ഥർ ഒരുപാട് പേരുണ്ട്. ഈ കേൾക്കുന്നതിൽ പലർക്കും കഥ പറയാനുണ്ടാവും. അപ്പൊ ന്യൂട്രിചാർജ് DHA 200 ജീവിതത്തിന്റെ ഭാഗമാക്കുക. നിങ്ങൾക്ക് ചുറ്റും ആരെങ്കിലും അൽസൈമേഴ്സോ ഓർമ്മക്കുറവ് പറയുന്നവരോ, നമ്മൾ പറയില്ലേ കണ്ണാടി മൂക്കൽ വെച്ചിട്ട് തപ്പുന്നവര്, താക്കോല് കയ്യിലിട്ടോണ്ട് താക്കോല് തപ്പുന്നവര് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. പേര് നാവിന്റെ തുമ്പത്തുണ്ട്, ഇങ്ങോട്ട് കിട്ടണില്ല. നമ്മളൊക്കെ ഇത് കഴിക്കണം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. ഹെൽത്തി ഏജിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാവരുടെയും മനസ്സിൽ എഴുതി വെക്കുക. ഇന്ന് പ്രായമായ ഒരുപാട് ആൾക്കാർ, ചിലർ വീടുകളിലുണ്ട്, ചിലർ റോഡിലൂടെ നടക്കുന്നു. അങ്ങനെ പ്രായമാകണോ, അതോ ഇപ്പൊ ഉള്ള ആരോഗ്യത്തോടു കൂടി തന്നെ ഏജ് അങ്ങോട്ട് കൂടട്ടെന്നേ, നമുക്കതിനെ തടയാൻ പറ്റില്ല. പക്ഷേ അതിന്റെ എഫക്റ്റ് ഒന്നും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ പ്രവൃത്തിയിലോ ബാധിക്കാൻ പാടില്ല. 120 വർഷത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. 120 വർഷം വന്നിട്ട് 130ാമത്തെ വർഷം പിരിഞ്ഞുപോയ ശിവാനന്ദ് ബാബാജിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ലാതെയാണ് അദ്ദേഹം ജീവിച്ചത്. കുറച്ച് കഴിക്കുക, സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ് അദ്ദേഹം പറഞ്ഞത്. ആഹാരം വളരെ കുറച്ച് കഴിക്കുക, വ്യായാമം നന്നായിട്ട് ചെയ്യുക, അതാണ് പറഞ്ഞത്. ലോങ് ജീവിക്കാൻ, ഇത്രയും കാലം ജീവിക്കാനായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, നമ്മളിപ്പോൾ വൈറ്റമിൻസും മിനറൽസും ഒക്കെ പറഞ്ഞു. ഇനി അടുത്ത കണ്ണിന്റെ പ്രൊട്ടക്ഷൻ. ഈ കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടുന്ന സാധനവും ന്യൂട്രിചാർജ് മാൻ്റെ അകത്തും ന്യൂട്രിചാർജ് വുമന്റെ അകത്തും ഉണ്ട്. അത് പക്ഷെ വളരെ അളവ് കുറച്ചാണ്. ഇത് എക്സാക്ട്ലി കണ്ണിന് വേണ്ടുന്നത്. പ്രകൃതിയിൽ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ കണ്ണില് പിൻഭാഗത്ത് ഉള്ളില് പിഗ്മെന്റേഷൻ ഉള്ളത് 5:1 എന്നുള്ള റേഷ്യോയിലാണ്. അങ്ങനെ ഒരു കണക്കുണ്ട്. അതേ കണക്ക് നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഗുളികയില് ലൂട്ടിൻ, സിയാസാന്തീൻ എന്ന് പറയുന്ന 2 ആന്റി ഓക്സിഡൻസ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ശരിക്കും നിങ്ങൾ ആ പാക്കറ്റിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ന്യൂട്രിചാർജ് വ്യൂ എന്ന് പറയുന്നത് ലൂട്ടിമാക്സ് 2020 എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. അതെങ്ങനെയാണ് നമുക്ക് ന്യൂട്രിചാർജിലൂടെ കിട്ടുന്നത്? ലൂട്ടിമാക്സ് 2020യിൽ നിന്ന് അവരുടെ പേറ്റൻസി, അവരുടെ ആ ഒരു സംഭവങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് അതിനെ ഒന്നുകൂടെ മാക്സിമൈസ് ചെയ്തു. സിയാസാന്തീൻ ഉള്ളത് മെസോസിയാസാന്തീൻ ചേർത്തു, ബീറ്റാ കരോട്ടിൻ ചേർത്തു, അഡീഷണൽ ബീറ്റാ കരോട്ടിൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ സ്റ്റോർ ചെയ്തിട്ട് വൈറ്റമിൻ ഇ ആയിട്ടോ വൈറ്റമിൻ എ ആയിട്ടോ ശരീരത്തിന്റെ ആവശ്യാനുസരണം മാറ്റിയെടുക്കാൻ പ്രാപ്തമായത്. കാരണം ഇതിനകത്ത് ഇനി വേറൊരു കമ്പനി എടുത്താൽ ഇതിനകത്ത് മറ്റൊന്നും ചേർത്ത് ഇതിനേക്കാൾ നല്ലതാണ് എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യരുത്. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു കോസ്. ഇപ്പൊ ഈ ഗുളിക എപ്പ കഴിക്കണം, എങ്ങനെ കഴിക്കണം? കണ്ണിന് എന്ത് അസ്വസ്ഥതയുണ്ടെങ്കിലും, ഡ്രൈ ഐ എന്ന് പറയുന്ന ഒരു രോഗം കൊറോണ സമയത്ത് കിട്ടിയതാണ്. അധികം അതിനു മുമ്പ് കേട്ടിട്ട് പോലുമില്ല. ഡ്രൈ ഐ ക്ലിനിക്കുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഐ ക്ലിനിക് ഉള്ളിടത്ത് പോയാൽ ഡ്രൈ ഐ ക്ലിനിക്, ഒരു മൂലയ്ക്ക് ഡ്രൈ ഐയുടെ മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട്. സ്പെഷ്യലൈസേഷൻ വന്നു. എന്തുകൊണ്ടുണ്ടാകുന്നു? അൾട്രാവയലറ്റ് ബ്ലൂ രശ്മികൾ, അൾട്രാവയലറ്റ് എന്നല്ല, ബ്ലൂ റൈസ് കണ്ണിലേക്ക് ഡയറക്റ്റ് കയറും. നമ്മൾ ഫോൺ കൂടുതൽ സമയം നോക്കുക, സിസ്റ്റത്തിന്റെ മുമ്പിൽ കൂടുതൽ സമയം ഇരിക്കുക. IT ഫീൽഡിലുള്ള ആൾക്കാർ, ഇന്നിപ്പോൾ IT ഫീൽഡ് എന്ന് പറയാനില്ല, എല്ലായിടത്തും നമുക്ക് ഫോണ്, ലാപ്ടോപ്പ്, സിസ്റ്റം ഇതില്ലാതെ പരിപാടി ഇല്ല.
അതുകൂടാതെ LED ബൾബുകൾ, LED ട്യൂബുകൾ ഇതെല്ലാം ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് പെനട്രേറ്റ് ചെയ്യാം. ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ അവരുടെ കാഴ്ച ഉറയ്ക്കുന്നത് ഐ സൈറ്റ് അത് മെച്ചുവർ ആവുന്നത് 9 വയസ്സിലാണ്. 9 വയസ്സിൽ ഇവിടെ ലോകം കീഴടക്കി വെബ്സൈറ്റും ഉണ്ടാക്കി ആ പരുവത്തിനെത്താണ് നമ്മുടെ മക്കള്. 3 വയസ്സിലും 4 വയസ്സിലും വെബ്സൈറ്റ് വരെ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ വാർത്തകളിലൊക്കെ കാണാറുണ്ട്. അപ്പൊ ആ കണ്ണിന്റെ കാഴ്ച ശരിക്കും മെച്ചുവർ ആവുന്നത് ആ 9 വയസ്സിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ലെസ് ദാൻ 1 അവർ ആയിരിക്കണം. മുതിർന്നവരിൽ 2 മണിക്കൂറിൽ കൂടരുതെന്നാണ്. പക്ഷെ നമുക്കത് പാലിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇഞ്ചുറി ഉണ്ടാവാതിരിക്കാൻ ഇതൊന്നും ഒഴിവാക്കിയിട്ട് ജീവിതമില്ല. സത്യം അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊട്ടക്റ്റീവ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഒരു കൂട്ടർ പറയും ആന്റി ഗ്ലെയർ ഗ്ലാസ് ഉപയോഗിക്കുമെന്ന്. അത് പുറമെയാണ്. ഉള്ളിലെ കുറവിനെ നികത്തിയിട്ട് വേണം പുറമെ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കാൻ. കണ്ണിന് കാഴ്ച കുറഞ്ഞാല് നമ്മൾ കണ്ണാടി വെക്കും. കണ്ണാടി ലൈഫ് ടൈം മാറിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഫാഷൻ അനുസരിച്ചും പിന്നെ അത് റീഡിങ് മാറുന്നതനുസരിച്ചും ഒക്കെ നമ്മൾ കണ്ണാടി വെക്കണം. അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഉള്ളിലെ കണ്ണാടി. ആ ഉള്ളിലെ കണ്ണാടിയാണ് ന്യൂട്രിചാർജ് വ്യൂ. ഡെയിലി ഒരു ഗുളിക വെച്ച് നോർമലായിട്ടുള്ള ആൾക്കാർ കഴിച്ചാൽ ഗുണം കിട്ടുന്നത് കണ്ണിന്റെ ഈ എന്താ പറയാ ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറയ്ക്കാം. കണ്ണിന് തിമിരം വരുന്നതിനെ തടയാം. ഡ്രൈ ഐയെ തടയാം. ഇച്ചിങ്, ചൊറിച്ചിലും റണ്ണിങ് ഐസും ഉണ്ടെങ്കിൽ അത് തടയാം. തിമിരം ഉണ്ടെങ്കിൽ അതിനെ മെച്ചർ ആവുന്നതിൽ നിന്ന് കാറ്ററാക്ട് വന്നിട്ട് കാഴ്ച മുഴുവൻ അടഞ്ഞു പോകാതിരിക്കാൻ അതിനെ കുറേശ്ശെയായിട്ട് മെൽറ്റ് ചെയ്യിപ്പിക്കാൻ ഒരു കപ്പാസിറ്റിയും കൂടി ഇതിനുണ്ട്. എനിക്ക് എക്സ്പീരിയൻസ് ഒരു റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ സർജറി ഫിക്സ് ചെയ്തിരുന്നതാണ്. ഫീമെയിലാണ്. ഹോസ്പിറ്റലിൽ പോകാൻ പേടി കൊണ്ട് സർജറി ചെയ്യുന്നത് പേടി കൊണ്ടും പോയിട്ടില്ല. ഞാൻ അവരെ കാണുമ്പോൾ കണ്ണറിയാത്തത് കൊണ്ട് അടുപ്പേലിരിക്കുന്ന സാധനം അടുപ്പേൽ ഇപ്പൊ ഒരു കലത്തിനകത്ത് അരി കൊണ്ടിടണമെങ്കിൽ കലത്തിന്റെ പുറത്ത് അരി കൊണ്ടിടും. ഉലുവ ഇടേണ്ടടുത്ത് മല്ലി വാരിയിടും. ഇങ്ങനെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. 1 വർഷം തുടർച്ചയായിട്ട് ന്യൂട്രിചാർജ് വ്യൂ ടാബ്ലറ്റ് മാത്രം. ന്യൂട്രിചാർജ് വ്യൂ കൊടുക്കുമ്പോൾ ന്യൂട്രിചാർജ് DHA 200 കൊടുക്കേണ്ടതാണ്. അത് കുറച്ചും കൂടെ നല്ലതാണ്. എന്നാൽ ഇവര് ന്യൂട്രിചാർജ് വ്യൂ എടുത്തു, ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റുമാണ് എടുത്തുകൊണ്ടിരുന്നത്. 1 വർഷം കൊണ്ട് അവരുടെ 2 കണ്ണിലെ കാറ്ററാക്ട് മാറി എന്നുള്ളതാണ്. ഇപ്പൊ അവര് തന്നെത്താനെ ജോലി ചെയ്യുന്നു. ആരും ഹെൽപ്പിന് ആവശ്യമില്ല. അത് ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അവരുടെ ഡോക്ടർ ചോദിച്ചത് കണ്ണിന് എന്തോ കൊണ്ടിട്ട് കണ്ണിന്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിച്ച ഡേറ്റ് ഫിക്സ് ചെയ്യാമോ, സർജറിക്ക് വന്നതാണോ? ഓ അതൊന്നും ഇല്ല ഡോക്ടറെ, എന്റെ കണ്ണൊന്ന് നോക്കാൻ പറഞ്ഞു. കണ്ണിനകത്ത് ഒരു ചോപ്പ് കണ്ടിട്ട് വന്നതെന്ന്. ഫണ്ടസ് നോക്കിയ ഡോക്ടർ ഫണ്ടസ് നോക്കാന്ന് വെച്ചാൽ കണ്ണിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് നോക്കൂല്ലോ, ഉള്ളിലോട്ട് അകം കാണുന്നതിനാണ് ഫണ്ടസ് നോക്കാന്ന് പറയണേ. ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി. അയ്യോ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളുടെ ആ തിമിരം എന്തിയേ? അതവിടെ കാണും. ഇല്ല അവിടെ. നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത ഒരാളുണ്ട് ഇങ്ങനെ, അവരൊരു ഗുളിക തന്നു, ഞാനത് കഴിച്ചു. 1 വർഷമായിട്ട് ഞാനത് കഴിക്കുന്നു. അപ്പൊ അതിനെയും കഴിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് അവരിപ്പോ കണ്ടിന്യൂ ചെയ്യുന്ന 3ാമത്തെ വർഷമാണ്. അവർക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ഇത് കണ്ണുള്ളവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഷോപ്പിലിരിക്കുമ്പോൾ ഒരു 35 വർഷം കണ്ണട ഉപയോഗിച്ച ഒരു സാറ് വന്നിട്ട് പറഞ്ഞു 8 മാസം കൊണ്ട് എന്റെ കണ്ണട മാറ്റി എന്ന് പറഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്റെ ആദ്യകാല അനുഭവങ്ങളാണ്. പക്ഷെ എനിക്ക് എന്റെ കാര്യത്തിൽ എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്. കണ്ണട വേണമെന്ന് പറഞ്ഞതാണ്, കണ്ണട വെക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ന്യൂട്രിചാർജ് വ്യൂ ടാബ്ലറ്റ്, ന്യൂട്രിചാർജ് DHAയും സ്ഥിരമായിട്ട് കഴിക്കുന്നു. കാഴ്ചയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ അക്ഷരം വരെ കാണാനും പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് കുട്ടികൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്ന സമയത്ത്, IT ഫീൽഡിൽ കൂടുതൽ സ്ട്രെയിൻ എടുത്ത് പണിയുന്ന സമയത്ത്, ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് എടുക്കുന്ന നമ്മളുടെ ഒരുപാട് ലീഡേഴ്സിന് ഉറപ്പായിട്ടും കണ്ണിന് ഡ്രൈനെസ് തോന്നുക, കണ്ണിന് മാത്രമായിട്ടൊരു ക്ഷീണം തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും രാവിലെ വൈകിട്ടും ഓരോ ഗുളിക കഴിക്കണം. ന്യൂട്രിചാർജ് വ്യൂ രാവിലെ ഒരെണ്ണം, ന്യൂട്രിചാർജ് വ്യൂ, ന്യൂട്രിചാർജ് DHAയും രാത്രിയിൽ ഓരോന്ന്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന സാധനമാണ്. കണ്ണ് 2ഉം തിമിരം വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു, കാഴ്ചക്കുറവുണ്ട്, അവർക്കും കൊടുക്കാം. ശരിക്കും ആ പിഗ്മെന്റേഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ചെന്ന് പതിക്കുന്ന കിരണങ്ങൾ വഴി ആ പ്രതിബിംബങ്ങൾ ഉണ്ടാവുന്നതിന്റെ അളവും അതിന്റെ ക്ലാരിറ്റിയും ഒക്കെ കൂട്ടാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അതുകൊണ്ടാണ് അത് കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. കണ്ണുള്ളവർക്കെല്ലാം കഴിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. നീ എന്തുണ്ടെന്ന് അറിയില്ല. ബ്യൂട്ടി.
നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉള്ളിൽ കഴിച്ചാൽ, ഉള്ളു വൃത്തിയായാൽ പുറമേ നല്ല സൗന്ദര്യം വരും. ബ്യൂട്ടിയിൽ ന്യൂട്രിചാർജ് S5ഉം ന്യൂട്രിചാർജ് 19 വയസ്സ് കൊടുക്കാമല്ലോ. ന്യൂട്രിചാർജ് വെജമേഗയും ശരിക്കും ഫേഷ്യൽ ചെയ്യാൻ കൊടുക്കുന്ന കാര്യമാണ് ഞാൻ ഇവിടെ ഈ ഒരു സ്ലൈഡിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ റൈസ് ബ്രാൻ ഓയിലിനകത്ത് 1 സ്പൂൺ റൈസ് ബ്രാൻ ഓയിലിനകത്ത് ഈ 2 ക്യാപ്സൂളും ഓരോന്ന് മിക്സ് ചെയ്ത് ഫേസ് പാക്ക് ഇടുക. അരമണിക്കൂർ കഴിയുമ്പം വാഷ് ചെയ്യുക. ഇത് സ്ഥിരമായിട്ട് ചെയ്താൽ മുഖത്തിന് നല്ല ഗ്ലോ വരും. നമ്മളുടെ ഫേഷ്യൽ കിറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഗ്ലോ വരും. അതുപോലെ തന്നെ മുഖത്ത് കരിമങ്ങ് പടരുന്നു. പ്രധാന റീസൺ കരിമങ്ങ് ഉണ്ടാവാൻ നമ്മുടെ വിസറൽ ഫാറ്റ് കൂടുന്നതാണ്. ഫാറ്റി ലിവർ ഉള്ളവർക്കും വിസറൽ ഫാറ്റ് കൂടുന്നവർക്കുമാണ് കരിമങ്ങ് മുഖത്ത് വരുന്നത്. എന്നാൽ വയറ് ശരിയായി വരാൻ താമസം എടുക്കും. മുഖമൊന്ന് മിനുക്കണമെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ്. അതാണ് ബ്യൂട്ടിയുടെ ഇതിൽ പറയാനുള്ളത്. നെക്സ്റ്റ്, തൈറോയിഡിൻ്റെതുണ്ടോ? ന്യൂട്രിചാർജ് ഷുഗറിന്റെ കാര്യം, ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റും ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റും. ആകെ കൂടി വെള്ളം കുടിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗുളികയെ നമുക്കുള്ളൂ, അത് ന്യൂട്രിചാർജ്. ന്യൂട്രിചാർജ് വ്യൂ കഴിക്കേണ്ട സമയം രാത്രി കിടക്കുന്നതിന് മുമ്പ്, രാവിലെയും കഴിക്കാം. ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞു, റൊട്ടീനിൽ എണ്ണ കുടിക്കുന്ന കാര്യം പറഞ്ഞു. എണ്ണ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ നാവിലിട്ട് ഈ ഗുളിക അലിയിപ്പിക്കുക. കറക്റ്റ് 20 മിനിറ്റ് എടുക്കും അത് അലിഞ്ഞു ചേരാൻ. അലിഞ്ഞ് തീർന്നു കഴിയുമ്പോൾ ആ വെള്ളം കുടിക്കേണ്ട സമയമാകും. നമുക്ക് ചൂടുവെള്ളം കുടിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ ചൂടുവെള്ളം ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റിന്റെ 1 സ്കൂപ്പ് ഇട്ട് ചെറിയൊരു ചൂടോടുകൂടി അതങ്ങ് കുടിച്ചാലും മതിയാകും. അപ്പൊ ഇതാണ് ശരിക്കും ഒരു പാക്കേജ്. ആക്ച്വലി ന്യൂട്രിചാർജ് കമ്പനി ചെയ്തിരിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഷുഗറിനെ കുറയ്ക്കാൻ ടാബ്ലറ്റ് മാത്രം മതി. എന്തുകൊണ്ട്? പ്രോട്ടീൻ എന്താണ്? ബോഡി ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ശരീരത്തിൽ മസിൽ ഇല്ലാതെ ഷുഗർ മാനേജ്മെന്റ് നടക്കില്ല. ശരീരം നല്ല തടിച്ചിട്ടാണ് ഇരിക്കുന്നത്. മസിലിന്റെ വളരെ കുറവ്, തടി മുഴുവൻ ഫാറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഫാറ്റിനകത്ത് നമുക്ക് സെല്ലുകളില്ല. ഫാറ്റിനകത്ത് നമുക്ക് മസിലിനെ പോലെ സെല്ലുകൾ ഇല്ലാത്തത് കൊണ്ട് ഷുഗറിനെ കൊണ്ട് വെക്കാൻ ഇൻസുലിൻ ചെയ്യുന്ന പണി ഷുഗറിനെ കുടലിൽ നിന്നെടുത്ത്, ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് നിന്ന് ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ എടുത്തോണ്ട് പോയി ഒരു മസിലിന്റെ സെല്ലിനെ തുറന്ന് അതിനകത്ത് വെച്ച് കൊടുക്കലാണ് ശരിക്കും ഇൻസുലിൻ ചെയ്യുന്നത്. മസിൽ ഇല്ലെങ്കിൽ പിന്നെ എവിടുന്ന് ഇൻസുലിൻ എന്ത് പണി ചെയ്യും? അപ്പൊ മസിലിനകത്തേക്ക്, സെല്ലുകൾക്കകത്തേക്ക് ഇൻസുലിൻ പോകണമെങ്കിൽ സെല്ലുകൾ അവിടെ ഉണ്ടാവണം. ആ സെല്ലുകൾ ഉണ്ടാവാനും ബോഡിയുടെ ഡാമേജിനെ കൃത്യമായിട്ട് റിപ്പയർ ചെയ്യാനും മസിൽ പവർ കൂട്ടാനും എനർജി കൊടുക്കാനും ബോഡിയെ ആൽക്കലൈൻ ആക്കാനും വേണ്ടാത്ത ഫാറ്റിനെ കുറച്ച് കളയാനും ദഹനം കറക്റ്റ് ആക്കാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് പ്രോട്ടീനും കൊണ്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ഒരു വ്യക്തിയുടെ പൂർണ്ണമായ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു പാക്കേജ്. നിങ്ങൾക്ക് ഒരാൾക്ക് PVMFO കൊടുക്കണമെങ്കിൽ ഈ ഒരു പ്രോട്ടീൻ ഉള്ള ആളിന് വേറൊരു പ്രോട്ടീൻ്റെ ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ കൊടുക്കാം. എന്നാലും ഒരേ ടൈമിൽ ഒരു 30 ഗ്രാം പ്രോട്ടീനിൽ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നവരുണ്ട്. ന്യൂട്രിചാർജ് ഓൾ പ്രോ അതിനകത്ത് മിക്സ് ചെയ്യുന്നവരുണ്ട്. വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. നമ്മളുടെ വയറ് കപ്പാസിറ്റി, അതാ ഒരു വലിയ രീതിയിൽ ആക്രാന്തം കാണിച്ച് കഴിക്കുന്ന ആ ഒരു രീതിയെ കുറച്ച് കൊണ്ടുവന്ന് ജസ്റ്റ് ഒരല്പം മാത്രം ഫുഡ് കഴിച്ചാലും സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഈ ലോകത്ത് മനുഷ്യര് വേണ്ട, മതി എന്ന് പറയുന്ന ഒരേ ഒരു സാധനം ആഹാരം മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്തുകൊണ്ടാണ് ഇനിയും കഴിക്കണം എന്ന് തോന്നുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ചുകൂട്ടിയ സാധനത്തിൽ ശരീരത്തിന് ആവശ്യമായതൊന്നും ഇല്ല. വേണ്ടതില്ലാത്തത് കൊണ്ടാണ് വീണ്ടും തോന്നലുകൾ ഉണ്ടാവുന്നത്. അത് ശരീരം മനസ്സിനോട് പറയുന്ന ഭാഷയാണ്. ആ മനസ്സ് പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ന്യൂട്രിചാർജ് വെജമേഗ, ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ അക്കമിട്ട് പറഞ്ഞാൽ 33 34 ഉണ്ട്. ശരിക്കും ഓരോ സെല്ലിന്റെയും സെൽ കവറിങ്ങില് കവറായിട്ട് ശരിക്കൊരു
ഒരു മൂർഖയെ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ നിർത്തുന്ന ഉദ്ദേശം എന്താണ്? പുറത്തുനിന്ന് ആരും അകത്ത് കടക്കരുത്, അകത്തുള്ളവര് സുരക്ഷിതരായിരിക്കണം, വേണ്ടാത്ത ആൾക്കാരും അകത്ത് കയറാൻ പാടില്ല, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ ആ ഒരു കർമ്മം നിർവഹിക്കുന്നത് omega-3 ആണ്. ഇതിൽ omega-3 മാത്രമേ ഉള്ളൂ? അല്ല, ആനുപാതികമായിട്ട് omega-6 ഉണ്ട്, omega-9 ഉണ്ട്. ഇതിനെ അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. നല്ല പൂരിതമായിട്ടുള്ള ഫാറ്റുകൾ, ഏറ്റവും നല്ല ഫാറ്റുകൾ, അത്രയും മാത്രം അറിഞ്ഞാൽ മതി, അതിൻ്റെ ഡെപ്ത് പോവേണ്ട ആവശ്യമില്ല. ഇനി ശരീരത്തിന് ഭയങ്കര വേദനയുള്ള ഒരാളിന് നിങ്ങൾക്ക് എന്ത് കൊടുക്കണം എന്നറിയില്ല, ഒരു കൺഫ്യൂഷൻ, എന്നാൽ അവരെ ഇട്ടിട്ട് പോകാനും പറ്റില്ല, കംപ്ലീറ്റ് കൊടുക്കാനും പറ്റില്ല, ഡിസിഷൻ എടുക്കാനും പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ന്യൂട്രിചാർജ് വെജമേഗ. ഞാൻ കൊടുത്തിട്ട് അവരോട് പറയേണ്ടത് രാവിലെ വൈകിട്ട് ഓരോന്ന് കഴിച്ചോളൂ, ഞാൻ പോയിട്ട് പിന്നെ വരാം. അവരുടെ പൂർണ്ണമായ വിവരങ്ങളും എടുത്ത് ആരെങ്കിലുമായിട്ട് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് തിരിച്ചതിലേക്ക് എത്തും. ആദ്യം കൊടുക്കുമ്പോൾ 2 എണ്ണം വെച്ചിട്ട് 2 മാസം മിനിമം. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ സാധനം ഒരാഹാരത്തിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ് omega-3 എന്ന് പറയുന്നത്, നല്ല ഫാറ്റ്, അതാണിത്. ഇപ്പൊ പല ആഹാരങ്ങളും കഴിച്ചാലും നമുക്കിത് കിട്ടും, നമ്മൾ ഡയറ്റ് ഒന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒന്നിൽ നിന്നും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇവൻ്റായിട്ട് നമുക്കുള്ളിൽ ചെല്ലണമെന്ന് പറയുന്നത്. 7Cs ഓയിൽ ക്യാപ്സൂളുകൾ കിട്ടുന്നുണ്ട് കടകളിൽ, വാങ്ങിക്കുന്നവരുണ്ട്, കഴിക്കുന്നവരുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് വരുന്നവരിൽ 7Cs കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഗ്യാസ്ട്രൈറ്റിസ് അഥവാ വയറിനകത്ത് എരിച്ചില്, പുകച്ചില്, നെഞ്ചരിച്ചില്, പുളിച്ചു തകട്ടല്, അസിഡിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ആ ക്യാപ്സൂളിനകത്തുള്ള omega-3 ഒരുപക്ഷെ ഓക്കെ ആയിരിക്കാം, ഒരുപക്ഷെ ഓക്കെ ആകാം, അതർവൈസ് അത് കണ്ടാമിനേറ്റഡ് ആകാം. പക്ഷേ അകത്തുള്ളതിനേക്കാൾ ഉപദ്രവമാണ് അതിന്റെ പുറത്തെ കവറിങ്, പുറംചട്ട, അത് ജലാറ്റിനാണ്. ജലാറ്റിൻ എവിടുന്ന ഉണ്ടാക്കുന്നത്? എല്ല് തിളപ്പിച്ച്, എല്ലിൽ നിന്ന്, വേസ്റ്റ് ബോൺസിൽ നിന്ന് സംസ്കരിച്ചെടുക്കുന്നതാണത്. അപ്പൊ അത് ചില വയറുകളില്, ചില ആൾക്കാരുടെ വയറിൽ അത് ഇറിറ്റേഷൻ ഉണ്ടാവുകയും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവുകയും എരിച്ചിൽ കൂടാനും അത് കാരണമാകും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ആ 7Cs തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക. മറ്റ് വയറിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല 7Cs കഴിച്ചിട്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. വാങ്ങിച്ചത് തീർന്നു കഴിയുമ്പം നേരെ വെജിറ്റേറിയനിലേക്ക് തിരിയുക. ഇത് വെജിറ്റേറിയൻ ഒറിജിൻ ആയതുകൊണ്ട് ഒരു നോൺ വെജ് കഴിക്കാത്ത ആളിനും ഇത് കഴിക്കാം. പ്യുവർ ആയിട്ടുള്ള നമ്പൂതിരിമാരുണ്ട്, ബ്രാഹ്മിൻസ് ഉണ്ട്. നമ്പൂതിരിമാരെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും പലതും തിന്നുന്നവരാണ്. പക്ഷെ പേരുകൊണ്ട് പണ്ടത്തെ നമ്പൂതിരിമാരെ പോലെ അല്ലല്ലോ ഇപ്പൊ എല്ലാവരും വളരെ ഫോർവേഡഡ് ആണ്. അപ്പൊ എല്ലാം തിന്നുന്നവരാണ്. വീടുകൾ വിട്ട് കഴിഞ്ഞാൽ കൈ കിട്ടുന്നതൊക്കെ കഴിക്കും. കൂട്ടുകെട്ട അവര് ചുറ്റും കൂടിയിരിക്കുന്ന 10 പേരെന്താണോ അതാണ് അവരായിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്കറിയാം. എനിവേ, ഈ ഒരു omega-3 എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഫ്ലാക്സീഡ് ഓയിലാണ് അതിനകത്തുള്ളത്. അപ്പൊ അത് നമുക്ക് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ യാതൊരു തരത്തിലും ദോഷമില്ല. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഇത് യാതൊരു കാരണവശാലും ചൂടുവെള്ളത്തിൽ കുടിക്കരുത്. ഇത് ക്യാരി ചെയ്യുമ്പോൾ ഇത് ചൂടാവാൻ ഇടയാവരുത്. സാധനങ്ങൾ ഡിക്കിയിൽ കയറ്റി, കാറിനകത്ത് കയറ്റി കൊണ്ടുപോകാറുണ്ട്. അപ്പോഴും ഇതിനോടൊരു അനുകമ്പ കാണിക്കണം. DHAയും ന്യൂട്രിചാർജ് വെജമേഗയും ഒരു കാരണവശാലും ചൂടാവരുത്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കാനേ പാടില്ല. ഇതിന്റെ പ്രോസസ്സിൽ ഒരിടത്തും ഇത് ചൂടാവുന്നില്ല. ഇത് ക്യാപ്സൂൾ ഫോമിൽ മാത്രമാണ് ഏറ്റവും സേഫ്. ഇത് കുപ്പിയിൽ ഒഴിച്ച് കിട്ടത്തില്ല. കുപ്പിക്കകത്തായിരുന്നു ആദ്യകാലങ്ങളിൽ ഒമേഗ വന്നിരുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത് ശരിക്കും ആസിഡ് ആയിട്ട് മാറാതെ, ശരിക്കും അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് കോണ്ടാക്ട് വരും omega-3 മുഴുവൻ കൺവേർട്ട് ചെയ്ത് omega-6 ആയിട്ട് മാറും. ആ omega-6 ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വേദന ഇല്ലാതിരിക്കാൻ കഴിച്ച സാധനം കാരണം വേദന ഉണ്ടാവും. ഓപ്പോസിറ്റ് ആയിരിക്കും ഫലം ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോഡിംഗ് ഡോസ് എന്ന് പറഞ്ഞ് മെഡിസിൻ കൊടുക്കുന്നത് പോലെ തന്നെ രാവിലെ വൈകിട്ടും ഓരോ മെഡിസിൻ കൊടുക്കണം. ഇനി ഒരാൾക്ക് പനിയും തലവേദനയും ഒക്കെ ഉണ്ട്, ശരീരവേദന ഉണ്ടെങ്കിൽ 3 നേരവും ഓരോന്ന് കഴിക്കാം. പിന്നെ കിഡ്നി പേഷ്യന്റിന്, ഡയാലിസിസ് നടക്കുന്നവർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയാറ്റിൻ പ്രോബ്ലം ഉള്ളവർക്ക്, അതുപോലെ സ്റ്റോൺ ഉള്ളവർക്ക് ഒക്കെ കൊടുക്കാൻ സേഫ് ഇത് തന്നെയാണ്. നെക്സ്റ്റ് omega-3 കഴിഞ്ഞാൽ ബയോ ഏജ്. നമ്മുടെ ക്രോണോളജിക്കൽ ഏജ്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമുക്ക് പ്രായമുണ്ട്. ബോഡി സ്കാനറിൽ കയറി നിന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, ശരീരത്തിന്റെ ഉള്ളിലെ അവയവങ്ങൾക്ക് മറ്റൊരു പ്രായം,
38 വയസ്സുള്ള ഒരാളിനെ സ്കാനറിൽ കയറ്റിയപ്പോ 84 വയസ്സ്. എന്തൊരു വൈരുദ്ധ്യമാണ്. 38 വയസ്സുകാരൻ എനർജറ്റിക് ആയിട്ട് ഓടി നടക്കുന്നതിന് പകരം 88 വയസ്സുകാരൻ നടന്നു വരുന്നത് പോലെയാണ് ഈ 38 വയസ്സുകാരൻ എൻ്റെ അടുത്ത് വന്നത്. അത് തന്നെയാണ് ബയോളജിക്കലും ക്രോണോളജിക്കൽ ഏജും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഹീലിംഗ് കപ്പാസിറ്റി മുഴുവൻ പോയി. ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയല്ല. പ്രായം പറയുമ്പോൾ എഴുതുമ്പോൾ 38. പക്ഷേ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അനുഭവം, അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ശരിക്കും പ്രതിധ്വനിക്കുന്നത് 88കാരന്റെ സ്ലോനെസ്. 88 ആയതിൽ സ്ലോ ആകണം എന്നൊരു നിയമമില്ല. എങ്ങനെ 88-ൽ എത്തണം? 38കാരന്റെ 88-ൽ എത്തുമ്പോഴും ചെറുപ്പമായിരിക്കണം. ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്ക്, ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കെല്ലാം നമുക്ക് ന്യൂട്രിചാർജ് ബയോജ് കൊടുക്കാം. എന്നാൽ ഇത്രയും നേരം പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഒരാളിൽ ഒരു സപ്റ്റ് നിങ്ങൾ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെങ്കിൽ ആദ്യം അവരെ ഡീറ്റോക്സ് ചെയ്ത് അവരുടെ വയറ് ശരിയാക്കി അവരുടെ മെറ്റബോളിസം റെഡിയാക്കി പിന്നീട് നമ്മൾ സപ്ലിമെന്റിലേക്ക് പോകാൻ വേണമെങ്കിലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ന്യൂട്രിചാർജ് ബയോഏജ് കൊടുത്ത് ബോഡിയെ ഒന്ന് ഡീറ്റോക്സ് ചെയ്തതിന് ശേഷം, അതുപോലെ ദഹനവും ആഗീരണവും കറക്റ്റ് ആക്കിയതിന് ശേഷം സപ്ലിമെന്റ് കൊടുത്താൽ നമുക്ക് ബാക്കി സപ്ലിമെന്റ് കൊടുത്തതിന്റെ റിസൾട്ട് വളരെ ഫാസ്റ്റ് ആയിരിക്കും, വളരെ ബ്രൈറ്റ് ആയിരിക്കും. കോൺസ്റ്റിപ്പേഷൻ കണ്ടിന്യൂസ് പറയുന്നവർക്ക് നമുക്കിത് കൊടുക്കാം. ഫാറ്റി ലിവർ ഉള്ളവർക്ക് കൊടുക്കാം. ഫാറ്റി ബോഡി ആയിട്ട് ഒബേസ് ആയിട്ട് നടക്കുന്നവർക്ക് ഇത് കൊടുക്കാം. ഇനി തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക് ഇത് കൊടുക്കാം. ഫൈബ്രോയിഡ് യൂട്രസ് ഉള്ളവർക്ക് ഇത് കൊടുക്കാം. ഇത് ആർക്കും കൊടുക്കാൻ മേലാഴിക ഇല്ല. കൊടുക്കാൻ മേലാഴിക ഉള്ളത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന കപ്പിൾസിന് കൊടുക്കരുത്. ബാക്കി എല്ലാവർക്കും കൊടുക്കാം. കൊച്ചുകുട്ടികൾക്കൊന്നും പറ്റില്ല കേട്ടോ. 18 വയസ്സ് കഴിയണം, എന്നാലേ കൊടുക്കാൻ പാടുള്ളൂ. 72 ഇൻഗ്രീഡിയൻസിൽ 53 ബയോഗ്രീൻസ്, പച്ച മരുന്നുകളാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ദഹനരസം മുഴുവനുണ്ട്. 16ഓളം ദഹനരസങ്ങൾ മുഴുവൻ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഏറ്റവും നല്ല ഗുണം തരും. ദഹനക്കേട് ഉണ്ടാവും, ജലസില് പുളിച്ചു തകട്ടല്, ഗ്യാസ് ഉണ്ടാവല്, കോൺസ്റ്റിപ്പേഷൻ, ഇതിനെല്ലാം ഇത് പരിഹാരമാണ്. ഫാറ്റി ലിവർ, സിറോസിസ് ലിവർ വരെ പോയ കണ്ടീഷനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പൊ ഇതിന് കഴിക്കേണ്ട സമയം നേരത്തെയൊക്കെ ഞാൻ പറയായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാമെന്നൊക്കെ. അത് തെറ്റായിരുന്നു. പിന്നീട് ഒരു ക്ലാസ്സിൽ എനിക്ക് മനസ്സിലായി, രാത്രി ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇത് കൊടുക്കാൻ. രാത്രി ഭക്ഷണത്തിന് അരമണിക്കൂറിന് ശേഷം 1 ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ കഴിച്ചിട്ട്, ഇത് ലാസ്റ്റ് ഭക്ഷണമായിരിക്കണം. ഇതിന്റെ മുകളിൽ മറ്റ് ഭക്ഷണം ചെല്ലരുത്. 8 മണിക്കൂർ ഇതിന്റെ ആക്ഷൻ ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കേണ്ടതുണ്ട്. ലിവറിന്റെ ലാർജ് ലോബിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. അതിന് അവസരം കിട്ടണമെങ്കിൽ ശരീരം ഉറങ്ങണം. ശരീരത്തിന്റെ ക്ലോക്കിന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബോഡി ക്ലോക്കും പ്രകൃതി യൂണിവേഴ്സിന്റെ ക്ലോക്കും കൂടെ അലൈൻഡ് ആയിരിക്കണം. അതിനനുസരിച്ചാണ് നമ്മുടെ ബോഡി രോഗിയാകുന്നതും നല്ലതാകുന്നതും. രോഗിയാക്കുന്നതാണ് നമ്മൾ അറിയില്ലാത്തത് കൊണ്ടാണ്. ശരീരത്തിനൊരു ക്ലോക്ക് ഉണ്ടെന്നും പ്രകൃതിക്കൊരു ക്ലോക്ക് ഉണ്ടെന്നും അത് ഒന്നിച്ച് ഒരു ഹാൻഡ് ടു ഹാൻഡ് പോകണമെന്നും, അതായത് തോളോട് തോൾ ചേർന്ന് പോവുക എന്ന് പറയില്ലേ, പോകണമെന്നൊന്നും നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഒരു ഡോക്ടർമാരും നമ്മളോട് പറഞ്ഞു തരത്തില്ല. ആകെ RC മാത്രമേ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് കേട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ന്യൂട്രിചാർജ് ബയോഏജ് ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതാണ് ഓരോ വ്യക്തികളും. ഇതിനൊരു അവധിയില്ല. 3 മാസം കഴിഞ്ഞിട്ട് നിർത്തണം എന്നൊന്നുമില്ല. നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം പുറത്തുനിന്നായാലും മറ്റെവിടെ നിന്നായാലും ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ടോക്സിൻ നിറയും. ആ ടോക്സിനെ അതാത് ദിവസം ക്ലിയർ ചെയ്ത് വിട്ടാൽ നമുക്ക് രോഗമില്ലാതെ നമ്മൾ നല്ല സോഫ്റ്റ് സ്കിന്നുള്ള, നമ്മൾ കുട്ടികളുടെ സ്കിൻ എന്ത് സോഫ്റ്റ് ആണ് ആ സ്കിൻ പോലെ ഇരിക്കും നമ്മുടെ സ്കിൻ. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ നിത്യേന കഴിച്ച് ആഹാരം കൺട്രോൾ ചെയ്ത് ജീവിക്കണം എന്ന് മാത്രം. ലഹരി, അതായത് മദ്യാസക്തി കൂടുതലുള്ളവർ, അവർക്ക് ലിവറിന് പെട്ടെന്ന് ഡാമേജ് വരും. ക്യാൻസറിന് പെട്ടെന്ന് സാധ്യത കൂടുതലാണ്. ഇതിനെയൊക്കെ തടയാനായിട്ട് നമുക്കിത് നേരത്തെ, കള്ളുകുടിക്കും അല്ലെങ്കിൽ മദ്യപാനിയായിട്ടുള്ള ഒരാളിന് സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ന്യൂട്രിചാർജ് ബയോഏജ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക ഉള്ളതാണ്. രാത്രിയിൽ അവർ കുടിച്ചിട്ടായിരിക്കും വരുന്നത്, പക്ഷെ ഗുളിക കൊടുക്കുക. ഗുളിക കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഫുഡ് തന്നെയാണ്, അവർ കഴിക്കും.
ലിവർ ഓക്കെ ആയിരിക്കും. അവരോട് പറയേണ്ടത് 10 കൊല്ലം കൂടെ നിങ്ങൾക്ക് ഇതുപോലെ കുടിക്കണമെങ്കിൽ ഈ ഗുളിക കഴിച്ചോളാൻ പറയാം. അല്ല അവരുടെ കുടി നിർത്താൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കാന്ന് അവർ കുടിക്കില്ല, അവർ ഗുളിക വാങ്ങിക്കില്ല. പക്ഷെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഇതൊരു സെല്ലിംഗ് ടിപ്പാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, അവർ കഴിക്കും, നമുക്ക് അവരെ കഴിപ്പിക്കാം, തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. പലർക്കും ഉള്ളിലെ മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ ഗ്രാജുവലി അവര് സ്കിപ്പ് ചെയ്യാനും തുടങ്ങും. എനിക്കറിയാം അങ്ങനെയുള്ള വ്യക്തികളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ്, ന്യൂട്രിചാർജ് വ്യൂവും DHM കഴിച്ചതിന് ശേഷം അതിന്റെ കൂടെ ന്യൂട്രിചാർജ് ബയോജി, അതിന്റെ ശേഷം ബയോജി കഴിച്ചാൽ മതി ലാസ്റ്റ് ആയിട്ട്. ഇനി അത് കഴിഞ്ഞ് ന്യൂട്രിചാർജ് വ്യൂവും DHM തിരിച്ചു കഴിച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല. ഭക്ഷണമായിട്ടൊന്നും ചെല്ലരുത്, വേറെ നമ്മൾ ഹാർഡ് ഫുഡായിട്ടൊന്നും ചെല്ലരുതെന്ന് മാത്രം. ന്യൂട്രിചാർജ് BJ എല്ലിന് ഡെൻസിറ്റി, ബോൺ ഡെൻസിറ്റി കുറവുള്ള ആൾക്കാർക്കും കഴിക്കാം, മുട്ടിന് തേയ്മാനം പറയുന്ന ആൾക്കാർക്കും കഴിക്കാം. വേറെ ആർക്കും ന്യൂട്രിചാർജ് BJ കൊടുക്കാൻ പാടില്ല, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ബോണിന് ടോട്ടലി വെയിറ്റ് കുറവായിട്ടുള്ള ആൾക്കാരിൽ ബോൺസ് കിട്ടാൻ നമുക്ക് ന്യൂട്രിചാർജ് BJ കൊടുക്കാം. മുട്ടിന്റെ തേയ്മാനം കാരണം മുട്ടിന് നീ പ്രോബ്ലം ഉള്ളവർക്ക് ഇത് കൊടുക്കാം. പുറം ബാക്ക് പെയിൻ പറയുന്നവർക്ക് ന്യൂട്രിചാർജ് BJ കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്ക് പെയിൻ ഉണ്ടാവുന്നതിന്റെ പ്രധാന റീസൺ അവരുടെ ശരീരത്തിൽ മസിൽ ഇല്ലാത്തത് കൊണ്ട്, അവരുടെ ശരീരത്തിന്റെ വെയിറ്റ് ബോണിലേക്ക് പോകുന്നത് കൊണ്ട്, അവരുടെ ശരീരത്തിൽ ഫാറ്റിന്റെ മസിലിന്റെ സ്ഥാനത്ത് ഫാറ്റ് ഇരിക്കുന്നത് കൊണ്ട്, സപ്പോർട്ട് ഇല്ലാത്ത ഫ്രെയിം സിസ്റ്റം ആയതുകൊണ്ടാണ് അവർക്ക് വേദന എടുക്കുന്നത്. ആ ബാക്ക് പെയിനിനൊന്നും ന്യൂട്രിചാർജ് BJ കൊടുക്കരുത്. ഇത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. ഇതിനകത്തെ പല ഇൻഗ്രീഡിയന്റും ശരിക്കും ഇമ്പോർട്ടഡ് ആണ്. മിൽക്ക് കാൽഷ്യം ഉണ്ട്, വൈറ്റമിൻ K27 എന്ന് പറയുന്നത് ഉള്ള ഒരേ ഒരു പ്രൊഡക്റ്റ് ഇതാണ്. വൈറ്റമിൻ K27 എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഏറ്റവും വില കൂടിയ വൈറ്റമിൻ ആണ്. ലോകത്തിൽ ഏറ്റവും വില കൂടിയ വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ K27. ഇതിനകത്ത് എന്താണ് ചെയ്യുന്നത്? നമ്മളൊക്കെ കാൽഷ്യം ടാബ്ലറ്റ് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്, ഇപ്പോഴും കഴിക്കുന്നവരുണ്ട്. കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുന്നവര്, ഇപ്പം കഴിക്കുന്നവര്, അതിന്റെ പേരൊന്ന് നോക്കുക, കാൽഷ്യം കാർബണേറ്റ് ആണ്, അത് ചുണ്ണാമ്പാണ്. ചുണ്ണാമ്പ് വയറ്റിൽ ചെന്നിട്ട് അത് എതിലേ കൂടെ ബോണിനകത്ത് ചെല്ലുമെന്നാണ് വിചാരം. ഞാനും ഒരുപാട് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ വിചാരം കാൽഷ്യത്തിന്റെ കുറവാണ്, കാൽഷ്യത്തിന്റെ പേര് എഴുതി വരുന്ന ഗുളിക കാൽഷ്യം വൈറ്റമിൻ D3 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്, അത് കഴിച്ചാൽ നെല്ല് നന്നാവുമെന്നാണ്. ഒരിക്കലും ഇല്ല. അത് എല്ലിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ബോണ്ടിങ് മെറ്റീരിയൽ വേണം. ആ ബോണ്ടിങ് മെറ്റീരിയൽ ആണ് വൈറ്റമിൻ K27. യാതൊരു കാരണവശാലും ഫാർമസ്യൂട്ടിക്കൽസിൽ കൊമേഴ്സ്യലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രിപ്പറേഷനിലും വൈറ്റമിൻ K27 ഇടാൻ പറ്റില്ല. അവർക്ക് ബിസിനസ് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ന്യൂട്രിചാർജ് BJയിൽ വൈറ്റമിൻ K27 എങ്ങനെ ഇട്ടു എന്ന് ചോദിച്ചാൽ പല കമ്പനിക്കാരും ഗോദാജിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഉണ്ടെന്ന് സാറിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത്രയും ലോ കോസ്റ്റിൽ ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്ന് നോക്കാം. 3500 രൂപയുടെ പ്രൊഡക്റ്റ് ലോ കോസ്റ്റിൽ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് മറ്റൊരു കമ്പനിക്കാരൻ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ഭയങ്കര വിലയാണ് ഇല്ലേ? എനിക്കും അങ്ങനെയാ തോന്നാറ്. പക്ഷെ ഇതിന് നമ്മൾ തന്നെ വില കൂടുതലാന്ന് പറഞ്ഞാൽ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റില്ല. നമുക്കിത് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ കൈവിറയ്ക്കും. അതുണ്ടാവാൻ പാടില്ല. ഒരു മുട്ട് മാറ്റൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ മിനിമം 5 ലക്ഷം 10 ലക്ഷം ഓരോ ഹോസ്പിറ്റലിൻ്റെതനുസരിച്ചാണ്. അതിനൊക്കെ വിലയിടാം. പക്ഷെ ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇമോഷണൽ ട്രാജഡികൾ, അവരുടെ ഫാമിലി അനുഭവിക്കുന്ന ഇമോഷണൽ അവരനുഭവിക്കുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ ആര് വിലയിടും? അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നിസാര പൈസയുള്ളൂ, 3500 രൂപയുള്ളൂ എന്ന് ഫീൽ ചെയ്യാൻ നമുക്ക് പറ്റണം. അതാണ് ഫീൽ. നമ്മുടെ ഒരു പ്രൊഡക്റ്റും കോസ്റ്റ്ലി അല്ല കൂട്ടുകാരെ. DH വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് ചോദിക്കുന്നത്, കനസ്ട്ര എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് മുതലാവുന്നത്? ഞാൻ പറഞ്ഞു, സാറേ 5 പൈസ എനിക്ക് മുടക്കില്ല, എനിക്ക് എന്തോന്ന് മുതൽ നഷ്ടം? ഇത് മുടക്കിയവന് നഷ്ടമില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് മുടക്ക്, എനിക്കെന്ത് നഷ്ടം? 900 രൂപ 30 ഗുളികയ്ക്ക്. അതേ സാധനം നമുക്ക് ഫാർമസിയിൽ കിട്ടുമ്പോൾ അത്രയും ഇല്ലാത്ത സാധനത്തിന് പോലും അതിനേക്കാൾ കൂടുതലാണ് വില. Omega-3 തന്നെ ഫാർമസിയിൽ ചോദിച്ചു നോക്ക്, എന്ത് വിലയാന്ന് നോക്ക്. ഒരുറപ്പുമില്ലാത്ത പ്രൊഡക്റ്റുകളാണ് ശരിക്കും ഫാർമസ്യൂട്ടിക്കൽസ്. ചില ഡോക്ടേഴ്സ് പറയല്ല, കസ്റ്റമേഴ്സിനോട് പറഞ്ഞു വിട്ടിട്ട് അവരെന്നോട് തിരിച്ച് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഡോക്ടർ ചോദിച്ചു, പിന്നെ കണ്ടവരൊക്കെ പറയുന്നതൊക്കെ വിഴുങ്ങുകയാണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയെങ്കിലും, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതാന്ന് കണ്ടിട്ടുണ്ടോ? എനിക്ക് മെസ്സേജ് വന്നതാണ്. ഞാൻ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. ആ ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടർ എഴുതിയ മരുന്ന് എത്ര എണ്ണം ഡോക്ടർ പോയി കണ്ടിട്ടുണ്ട്? ഞാൻ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ വേണേ കൂടെ കൊണ്ടുപോയി ഞാൻ കാണിക്കാം. ഡോക്ടറും പോരുന്നെങ്കിൽ പോരാൻ പറഞ്ഞു.
അങ്ങനെ പറയാനുള്ള കോൺഫിഡൻസ് എനിക്ക് ഇന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ന്യൂട്രിചാർജ് ബീജ് 30 ഗുളികയും 30 സാഷയുമാണ്. ആ സാഷ എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റിനകത്ത് 10 ഗ്രാം പൊടിയുണ്ട്. വൈകുന്നേരം 5-നും 7-നും ഇടയ്ക്കാണ് ഇത് കഴിക്കേണ്ടത്. കാരണം ഇന്നൂലിൻ എന്ന് പറയുന്ന ഒരു ഡയറ്ററി ഫൈബർ അതിനകത്തുണ്ട്. നമ്മുടെ ശരീരം എത്ര ടോക്സിക് ആണെന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണത്. ഇനൂലിൻ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഫൈബറാണ്. അതൊരു ശരിക്കും ഒരു ട്യൂബ് പോലെ കണക്കാക്കിയാൽ നമ്മൾ പൊടി കലക്കി, പൊടി ഞാൻ ചെയ്യുന്നത് ഞാനിപ്പോൾ കഴിക്കുന്നുണ്ട്, വൈകുന്നേരം 5:30 ആകുമ്പോഴത്തേന് 1 ഗ്ലാസ് വെള്ളം എടുക്കും. ആ പൗഡർ കണ്ടിച്ചിട്ട് ആ പൗഡർ അതിനകത്തിട്ട് അടച്ചവിടെ വെക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ ആ പൗഡറിൽ വെള്ളം പിടിച്ച് താഴോട്ടിറങ്ങും. സ്പൂണ് കൊണ്ട് ഇളക്കും, ഒരു ഗുളിക എടുക്കും, ആ വെള്ളവും കുടിക്കും. അതാണ് അത്ര ചെയ്യേണ്ട ആളുള്ളൂ. അപ്പൊ അത് കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ വയറിനകത്ത് ഗ്യാസ് ഫോം ചെയ്യുന്നൊരു ഫീൽ ഉണ്ടാവും. ചിലർക്ക് അത് കൂടുതൽ ടൈറ്റ് ആവും, ചിലർക്ക് ഉടനെ വയറിളകണം എന്ന് തോന്നും. ഇത് ആ ഒരു ശരീരത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന. ഞാൻ കുറെ കാലമായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല. ഞാൻ കഴിക്കും, പക്ഷെ വയറിനൊരു ഫുൾനെസ് ഫീൽ ചെയ്യും. പിന്നീട് എനിക്ക് വിശപ്പ് തോന്നാറില്ല. പക്ഷെ എല്ലാവർക്കും അങ്ങനെ തോന്നിക്കോളണം എന്നില്ല കേട്ടോ. അപ്പൊ വയറ് ഇളകുന്നു എന്ന് പറഞ്ഞാൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറയുന്ന കപൂർ സാർ പറഞ്ഞിരിക്കുന്നതാണ്. കാരണം എന്താണ്? ആ മെഡിസിൻ, ആ കഴിച്ച സാധനങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ പിടിച്ചു തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. വയറൊന്ന് ഇളകിക്കോട്ടെ, പ്രശ്നമില്ല. വൈകുന്നേരം 5-നും 7-നും ഇടയ്ക്ക് എന്ന് പറയാൻ കാരണം നമ്മൾ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഉറങ്ങാൻ പറ്റണം. രാത്രി 10 മണിക്ക് കഴിച്ചോ എന്ന് പറഞ്ഞ ആരെങ്കിലും പറഞ്ഞാൽ കഴിക്കരുത്. 10 മണിക്ക് കഴിച്ചിട്ട് പിന്നെ എപ്പോ വയറ് ശരിയായിട്ട് കിടന്നുറങ്ങാനാ? അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് മുമ്പ് കഴിക്കണം എന്ന് പറയുന്നത്. ഇനി 8 മണിക്ക് തിരിച്ച് വീട്ടിലെത്തുന്നവരുണ്ടെങ്കിൽ ആ സമയത്ത് കഴിക്കാം. അവർ കിടക്കുന്നത് ചിലപ്പം 11 മണിയാവും. തുടക്കത്തിൽ ഒരു 3-4 ദിവസം മാത്രമേ ഈ പ്രശ്നമുള്ളൂ, പിന്നെ പ്രശ്നമേ ഇല്ല കേട്ടോ. അങ്ങനെയും കൂടി ഉണ്ട്. പിന്നെ അതാത് ദിവസങ്ങളിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടായിരുന്നോ, ശരീരത്തിന് പറ്റാത്തതുണ്ടായിരുന്നോ എന്നുള്ള ടെസ്റ്റ് ഡോസും കൂടെ ആകും. ചില ദിവസങ്ങളിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ ഞാൻ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് വയറിനകത്ത് പതിവിലേറെ ഗ്യാസ് ഉണ്ടാവും, ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും. വയറ് ക്ലീൻ ആവുന്നത് വരെ നമുക്ക് അസ്വസ്ഥത കൊണ്ടേയിരിക്കും. ഇതെല്ലാവരിലും ഇല്ല. നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറയാം, ബീജ കൊടുക്കാൻ ചെല്ലുന്നിടത്ത് വയറിളകും കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ കഴിക്കില്ല. അവര് കഴിച്ചു തുടങ്ങി കഴിക്കേണ്ട വിധം പറഞ്ഞു കൊടുക്കുക, തിരിച്ചു പോരുക, ഫോളോ അപ്പ് ചെയ്യണേ. പോന്ന് കഴിയുമ്പോൾ അവരോട് ചോദിക്കുക, കഴിച്ചോ? അയ്യോ കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ വയറിനകത്ത് അങ്ങ് ഉരുണ്ട് കയറ്റം. ആണോ? അങ്ങനെയായോ? നല്ല കാര്യം, കൺഗ്രാജുലേഷൻസ്. അയ്യോ അതെന്താ അങ്ങനെ? അത് നിങ്ങളുടെ ശരീരത്തിൽ മരുന്ന് വെച്ച് തുടങ്ങി, അത്രേ പറഞ്ഞാൽ മതി. ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞാൽ അവര് നിങ്ങൾ കൊണ്ടൊക്കോ കേട്ടോ എന്ന് പറഞ്ഞ് തിരിച്ചു വരും. 3500 രൂപയുടെ സാധനം. ഓക്കെ, നെക്സ്റ്റ്. തൽക്കാലം ഇത്രയും മതി. കാരണം ഇതിനകത്ത് കാൽഷ്യം, മഗ്നീഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ, റോസ് ഹിപ്പ് എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. യൂറോപ്യൻ കാർഡുകളിലുള്ള സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ആ സാധനം ചെയ്യുന്നത് മുട്ടുവേദന, നീരൊക്കെ മാറാണ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് വെയിറ്റ് മാനേജ്മെന്റിൻ്റെതാണ്. ഒരിടത്ത് വെയിറ്റ് കൂട്ടാനുള്ളത്, ഒരിടത്ത് വെയിറ്റ് കുറയ്ക്കാനുള്ളത്. നമുക്കുള്ളതിൽ ഏറ്റവും മധുരമുള്ള പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് ഗെയിനർ. ആർക്കെങ്കിലും ഒക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ഒരു പ്രാവശ്യമൊക്കെ കഴിച്ചോളൂ കേട്ടോ. അതിനകത്ത് 2 സാഷയായിട്ടാണ് ഇരിക്കുന്നത്. 2 കവർ. ന്യൂട്രിചാർജ് കിഡ്സിന്റെ കവർ പോലെ 2 കവറാണ് അതിനകത്ത്. ഒരെണ്ണമൊക്കെ കഴിക്കാം, അതിൽ കൂടുതൽ കഴിക്കല്ലേ. തോള് വേദന, കഴുത്ത് വേദന, തിരിക്കാൻ പറ്റാതിരിക്കുക, അസഹ്യമായ കഴപ്പ് തോന്നുന്ന വേദന, പ്രത്യേകിച്ച് തോളിന്, നടുവിനൊക്കെ മസിൽ പെയിൻ ആണത്. ആ മസിൽ പെയിൻ മറ്റെന്തുകൊണ്ടും പോയില്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീന്റെ കൂട്ടത്തിൽ ന്യൂട്രിചാർജ് ഗെയിനർ 1 സ്കൂപ്പും കൂടി ഇട്ട് ഒരു 4 നേരം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വേദനയൊക്കെ പോകും. പറയാൻ കാരണം ഞാൻ എല്ലാവരും തോറ്റെടുത്ത് ഞാൻ ജയിച്ചത് അങ്ങനെയാണ്. ഞാൻ എൻ്റെ ശരീരവേദനയെ ജയിച്ചത് അങ്ങനെയാണ്. പക്ഷെ ഞാൻ മുഴുവൻ കഴിച്ചില്ല, എനിക്ക് പകുതിയെ കഴിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രശ്നമുള്ളത് ഷുഗർ എലിവേറ്റ് ചെയ്യും. അതിനകത്ത് ഡേറ്റ്സ് ഉണ്ട്, തേനുണ്ട്, അതൊക്കെ കൊണ്ടാണത് ഷുഗർ കൂടുന്നത്. 17 കണ്ടന്റ്, പക്ക ആയുർവേദ പ്രൊഡക്റ്റ് ആണത്. ശരീരത്തിന് പുഷ്ടിമ കൊണ്ടുവരാൻ 1 ടിന്ന് കഴിച്ചു കഴിയുമ്പോൾ ശരിക്കും ശരീരത്തിന് പുഷ്ടിമ വരും. തീരെ ശരീരത്തിന് എല്ലും തൊലിയായിട്ടിരിക്കുന്ന കുട്ടികൾ വരാറുണ്ട്. 10-28 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ, ഒട്ടും വയസ്സും തോന്നത്തില്ല, ശരീരത്തിൽ ഇപ്പവും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അതുപോലെ പ്രായമായ ആൾക്കാരിലും ശരീരവേദന, എല്ലും തൊലിയായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നമുക്ക് ഒരു നോർമൽ പ്രോഡയറ്റിന്റെ കൂട്ടത്തിൽ ബെറ്റർ എന്ന് പറയുന്ന കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊടുക്കാൻ, ഒരുപാട് പൈസ
ചെലവില്ലാതെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാനാണെങ്കിൽ ന്യൂട്രിചാർജ് വാൾപ്രോയും ന്യൂട്രിചാർജ് ഗെയിനറും കൂടെ മിക്സ് ചെയ്ത് ഒരു ഷേക്ക് 2 നേരം കഴിക്കാം. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്നത് ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റോ കൊക്കോ പ്രോഡക്റ്റോ മിക്സ് ചെയ്യുക. ഇതിന്റെ കൊക്കോ ആണ് കൂടുതൽ മാച്ച് ചെയ്യുന്ന ടേസ്റ്റ്, അത് കൂടുതൽ അതായിരിക്കും. അപ്പൊ ഇത് നമുക്ക് വണ്ണം കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, മസിൽ പവർ കൂട്ടണം എന്നുള്ള ആഗ്രഹിക്കുകയല്ല, അവരുടെ ശരീരത്തിന്റെ നീഡ് അതായിരിക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ന്യൂട്രിചാർജ് ഗെയിനർ ഉണ്ട്, അത് അങ്ങോട്ട് കൊടുത്തേക്കാം, ഇതാണ് ഇപ്പൊ എനിക്കുള്ളത്, അങ്ങനെ കൊടുക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. നടുവേദന ആയിട്ട് ഒരാളിന്റെ അടുക്ക കയറി ബോഡി സ്കാനിങ്ങും കഴിഞ്ഞ് ഇറങ്ങിയപ്പം അവരുടെ കയ്യിൽ ന്യൂട്രിചാർജ് ഗെയിനർ വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞ് ഞാൻ ആ ആളിനോട് ചോദിച്ചു എന്തിനാ അവർക്ക് ഗെയിനർ കൊടുത്ത, എൻ്റെ വേറെ ഒന്നുമില്ലാന്ന് ഞാനത് കൊടുത്തു. അങ്ങനെ ചെയ്യരുത്, അത് അവർക്ക് ദോഷം ചെയ്യും. ഓൾറെഡി അവർ ഫാറ്റി ലേഡി ആയിരുന്നു. ഇനി അടുത്തത് ന്യൂട്രിചാർജ് എസ്&എഫ്. നേരത്തെയൊക്കെ സ്ലിം ആൻഡ് ഫിറ്റ് എന്ന് പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ കൃത്യമായിട്ട് പറയും സ്ലിം ആൻഡ് ഫിറ്റ് എന്ന് പറയേണ്ട, ന്യൂട്രിചാർജ് എസ്&എഫ് എന്ന് തന്നെ പറഞ്ഞു പഠിക്കണം എന്ന് പറയും. ക്ലിനിക്കലി പ്രൂവൺ ആണ്. ഇവരുടെ ക്ലിനിക്കലി പ്രൂവൺ എന്ന് പല പ്രൊഡക്റ്റിലും നമ്മൾ കാണുന്നത് കൃത്യമായിട്ട് 3 മാസത്തെ സ്റ്റഡി കറക്റ്റ് ആയിട്ട് കുറെ ആൾക്കാരിൽ സ്റ്റഡി ചെയ്തതിന്റെ 3 മാസത്തെ സ്റ്റഡിയിൽ മോർ ദാൻ 80% ആണ് അവരുടെ റിസൾട്ട് എല്ലാം. അപ്പൊ ഇതിനകത്ത് ഫാറ്റ് കട്ടേഴ്സ് ഉണ്ട്, ആ ഫാറ്റ് കട്ടേഴ്സ് ആണ് സഹായിക്കുന്നത്. ഇത് ഡിന്നർ റീപ്ലേസ്മെന്റ് ആണ്. ഇപ്പൊ ഇത് 40 ഗ്രാം ഉള്ള ഒരു പ്രോട്ടീന്റെ സാഷയാണ് 250 മില്ലി വെള്ളത്തിൽ ഷെയ്ക്ക് ആയിട്ട് ഉണ്ടാക്കാം. ഇതിനെ കുറച്ചും കൂടെ കൊഴുപ്പിച്ചെടുക്കണമെങ്കിൽ പഴമോ വെള്ളം മിക്സ് ചെയ്യാം. വെയിറ്റ് കൂട്ടുന്ന പഴങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നാവിന് രുചിക്കാൻ വേണ്ടിയിട്ട് 1 or 2 ചെറിയ പഴമോ അല്ലെങ്കിൽ അവിടെ എന്താ പറയാ പാളയംകുടം പഴം അല്ലല്ലോ, മറ്റേ റോബസ്റ്റ പഴം, ഏത്തപ്പഴം എടുക്കുകയോ ചെയ്യില്ല. വെയിറ്റ് കുറയ്ക്കേണ്ട ആൾക്കാർ ഏത്തപ്പഴം തൊടുകയോ ചെയ്യരുത്. അപ്പൊ വൈകിട്ട് അത് കഴിച്ചിട്ട് കിടക്കണം. രാവിലെ എഴുന്നേറ്റ് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യണം. പ്രോട്ടീൻ വൈറ്റമിൻ മിനറൽസ് കൂടുന്ന PVMF ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഉച്ചയ്ക്ക് മാത്രം അല്പമാത്രം വേവിച്ച ഭക്ഷണം കഴിക്കാം, കൂടുതലും വേവിക്കാത്ത ഭക്ഷണം. അതായിരിക്കണം വെയിറ്റ് കുറയ്ക്കുന്നവരുടെ ഭക്ഷണക്രമം. വെള്ളം നന്നായിട്ട് കുടിക്കണം, എക്സസൈസ് നന്നായിട്ട് ചെയ്യണം. മീൻസ് 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. തലേ ദിവസം വൈകിട്ട് കഴിക്കുന്ന പ്രോട്ടീൻ ശരീരത്തിലുള്ള ഫാറ്റ് മോളിക്യൂൾസിനെ ചെറിയതായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പിറ്റേ ദിവസം എക്സസൈസ് ചെയ്യുമ്പോൾ അതിനെ ബേൺ ഔട്ട് ചെയ്യാൻ ശരീരത്തിന് പാകമാക്കി വെച്ചിട്ടുണ്ടാവും. എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല. ഞാനൊരു 3-4 സെയിൽ ചെയ്ത് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ല, അതിലൊരു ഒരു പാക്കറ്റ് ഞാൻ ടേസ്റ്റ് നോക്കാൻ വാങ്ങിച്ചതാണ്. എക്സസൈസ് കാര്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് എനിക്കതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. തിന്നു മാത്രം, അത് കലക്കി കുടിച്ചു, ഞാൻ കടന്നു, വിശപ്പടങ്ങി, അത്രേ ഉള്ളൂ, അവിടെ നടന്നുള്ളൂ. അതിന്റെ പ്രശ്നമെങ്കിൽ ശരിക്കും എക്സസൈസ് ചെയ്തേ മതിയാകും. ഇത് കഴിക്കുക എക്സസൈസും ചെയ്താൽ നമ്മുടെ സന്ധികൾക്കുള്ള ബലം, പേശികൾക്കുള്ള ബലം, അതുപോലെ തന്നെ പേശികള് റിപ്പയർ ആവാൻ ഒക്കെ സഹായിക്കും. ഫാറ്റ് കുറയാൻ, വയറിൽ പ്രത്യേകിച്ച് വയറ്റില്, മേൽവയറ്റില്, അടിവയറ്റില്, സൈഡിലൊക്കെയുള്ള അതായത് വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ഇതാണ്. വിസറൽ ഫാറ്റ് 8ഉം 10ഉം ഒക്കെ, എനിക്ക് 8ആയിരുന്നു വിസറൽ ഫാറ്റ്, അവിടുന്ന് 4 എത്തിയിട്ടുണ്ട്. 4ൽ നിന്ന് താഴെ പോകാൻ ഇത്തിരി പണിയെടുക്കണം. അത്രയും പണിയെടുക്കാൻ ഇപ്പൊ സമയമല്ല, എനിക്ക് മടിയാണ്. ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. 3ൽ കൊണ്ട് നിർത്തിയാൽ ഏറ്റവും ഫിറ്റാണ്. വയറ് നെഞ്ചിനേക്കാൾ മുമ്പിലാവാൻ പാടില്ല. അതാണ് ആണായാലും പെടാനും. ആ ഒരു കണക്കിന് നമ്മുടെ ശരീരം നമ്മുടെ സ്വത്താണ്. ആ സ്വത്ത് നശിപ്പിക്കാൻ നമ്മളല്ലാതെ മറ്റാ പറ്റില്ല. ഇതാണ് എനിക്ക് തരാനുള്ള മെസ്സേജ്. മൈൻഡ്, ബോഡി ആൻഡ് ടൈം, ഈ മൂന്ന് സ്വത്തുകൾ നമ്മൾക്ക് സ്വന്തമാണ്. ഇതിൽ വേറെ ആരും കൈകടത്തില്ല, നമ്മൾ അനുവദിക്കാതെ. നെക്സ്റ്റ്. കഴിഞ്ഞു. ഏറ്റവും നല്ല ഇപ്പോഴത്തെ ഓഫർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതേ കാണുന്നത്. ന്യൂട്രിചാർജിലെ റിഫ്രഷ് ഡ്രിങ്ക് 2 ടേസ്റ്റിലുള്ളതാണ്. ഇതിൽ ഫ്ലേവർ ഓറഞ്ചിന്റെ ഫ്ലേവർ എന്നാണ് എഴുതിയിരിക്കുന്നത്, മറ്റേത് ഒറിജിനൽ ആണ്. മറ്റേത് ഫ്ലേവർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഒറിജിനൽ ആണ് കൂടുതൽ. ഇതിനകത്ത് നമുക്ക് ഗുണം എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, മിനറൽസ് ഉണ്ട് ഇതിനകത്ത്, ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടുതലുണ്ട്. കാരണം എക്സാക്ട്ലി മുന്തിരിയുടെ സത്ത്, അതുപോലെ മാതള നാരങ്ങയുടെ സത്താണ് റിഫ്രഷ് ഡ്രിങ്കിൽ കിട്ടുന്നത്. അതിനകത്ത് നമുക്ക് കുറച്ച് ഉണർവ് കിട്ടാനായിട്ട് ഒരു
ഒരു കഫീന്റെ ഒരു ചെറിയ മാത്രയിൽ അളവുണ്ട്. ടോറിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉണ്ട്. ടോറിൻ എന്ന് പറയുന്നത് തണ്ണിമത്തൻ നമ്മൾ അകത്തെ കാർന്ന് തിന്നിട്ട് കളയുന്ന സാധനം ഉണ്ടല്ലോ, പച്ച, ആ പച്ച സാധനത്തിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്നാണ് ശരിക്കും ടോറിൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിൽ ഒരു വേസ്റ്റും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓറഞ്ചുമുണ്ട്. അപ്പൊ ക്ഷീണം തോന്നുന്നു, എവിടെ ദൂരയാത്ര പോകുന്ന RCM പ്രവർത്തകരെ ലീഡേഴ്സിന്റെ കയ്യിലും 2-3 റിഫ്രഷ് ഡ്രിങ്ക് കരുതുക. കാരണം സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു ട്രെയിനിലാണ്, നമുക്ക് ഭക്ഷണം കിട്ടുന്നില്ല, വെള്ളം സമയത്തിന് കിട്ടുന്നില്ല. ബസ്സിലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ട്രെയിനിൽ പിന്നെയും കിട്ടും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതിനെ ആശ്രയിക്കാം. ഒരു 3 മണിക്കൂർ നേരത്തേക്ക് വേറൊന്നും കഴിച്ചില്ലേലും കുടിച്ചില്ലേലും ക്ഷീണം ഉണ്ടാവില്ല, ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കും. ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോകുന്ന പ്രതിഭാസം ഉണ്ടാവാറുണ്ട്. ചിന്താലോകത്ത് പോകും, വണ്ടി ഓട്ടോമാറ്റിക്കലി പോയിക്കൊണ്ടിരിക്കും, നമ്മൾ ഉറങ്ങുകയായിരിക്കും. അങ്ങനത്തെ ഉറക്കം തടയാനായിട്ട് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ക്ഷീണം, പെട്ടെന്ന് ഒരു സഹയാത്രികർക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം തട്ടുന്നു വെക്കുക, ബോധമുണ്ട് പക്ഷെ ക്ഷീണം, തലകറങ്ങി പോകുന്നു, അവർക്ക് ചിലപ്പോ ഫ്ലൂയിഡിന്റെ കുറവാകാം, മിനറൽസിന്റെ കുറവാകാം, അവിടെ ഗ്ലൂക്കോസിന്റെ കുറവാകാം, അവിടെ നമുക്ക് ഇത് കൊടുത്ത് സഹായിക്കാൻ പറ്റും. സെയിം തിങ് ആണ് ഓറഞ്ചിന്റെ. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഓഫർ ഉണ്ട് ഇതിന്റെ. ആ ഓഫറിനെ പറ്റി ഇന്ന് രാവിലെയും സാറ് പറയുന്നുണ്ടായിരുന്നു. സ്വന്തം ഐഡിയിൽ ബില്ല് ചെയ്യേണ്ട കാര്യം, ഞാൻ എഴുതിയ ബുക്കൊന്നും എൻ്റെ കയ്യിലില്ല, ഓർമ്മയില്ല. 120 എണ്ണം, 120 ന്യൂട്രിചാർജ് റിഫ്രഷ് ഡ്രിങ്ക് സ്വന്തം ഐഡിയിൽ ബില്ല് ചെയ്താൽ നല്ല ഒരു മഴക്കോട്ട് കിട്ടും. അത് മാത്രം ഞാൻ മനപ്പാടമാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേങ്കിൽ ഓഫറുകൾ ചെയ്യുന്നത് വഴി മൾട്ടിപ്പിൾ ഗുണം. നെയ്യപ്പം തിന്നാൽ 2 കാര്യം എന്ന് പറയുന്ന പോലെ ഓഫർ ചെയ്താൽ 5000 വോളിയം ഉണ്ട്, നമുക്ക് ന്യൂട്രിചാർജിന്റെ പ്രോഗ്രാമിൽ എൻട്രി ഉണ്ട്, നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് എലിജിബിലിറ്റി വരുന്നുണ്ട്, അപ്രിസിയേഷൻ കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യത്തിലൂടെ, ഒരു വെടിക്ക് ഒരുപാട് പക്ഷികൾ എന്ന് പറയുന്ന പോലെയാണ്. ആക്റ്റീവായിട്ട് നിലനിന്ന് പോകുന്ന ആർക്ക് ഇതൊക്കെ തന്നെ ധാരാളം. മനസ്സിലാക്കി ചെയ്തു പോകാനായിട്ട്, എല്ലാം തികഞ്ഞിട്ട് എല്ലാം പഠിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ അവരൊരു കാലത്തും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇത് വേണ്ട, ഇത് സ്കിപ്പ്. ഇനി ഇവിടെ ആരെങ്കിലും ആരൊക്കെയോ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. 200 പേര് ഇറങ്ങിപ്പോയി, ഉറക്കം വന്നു അവർക്ക്. ഉറങ്ങാതെ കുറച്ച് കൊച്ചു പിള്ളേരിപ്പുണ്ട്. നിർമ്മല മാഡം, രവി സാറ്, കുറച്ച് പേര്, ജാനകി മാഡം, 561 പേരുണ്ട്. പൊഴിച്ചില് തുടങ്ങിയിട്ട് കുറെ നേരമായി. ഇത്രയും 561 പേരെന്ന് പറയുമ്പോ ആലോചിച്ച് നോക്കുക. നമ്മുടെ ചാലക്കുടിയിലെ രാജീവ് ഗാന്ധി മുനിസിപ്പൽ ഹാൾ എനിക്ക് കേൾക്കാത്തതാണോ, സാറ് സ്റ്റക്കായതാണോ? എന്താ സാറേ, എന്നെ കേൾക്കാമോ?